നിത്യാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമ. ഈ ലോകം അനിത്യമാണ്. ഇവിടെ കാണുന്ന ഒന്നിനും നിലനിൽപ്പില്ല. ഭാര്യ നഷ്ടപ്പെടും, മക്കൾ നഷ്ടപ്പെടും, ഭർത്താവ് നഷ്ടപ്പെടും, അച്ഛൻ നഷ്ടപ്പെടും, അമ്മ നഷ്ടപ്പെടും. ഇവിടെ സമ്പാദിച്ചത് ഒന്നും നിലനിൽക്കുന്നതല്ല. അനിത്യം അസുഖം. സുഖമാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ഇവിടെ സുഖമില്ല, ദുഃഖം മാത്രമേ ഉള്ളൂ. അസുഖം ലോകം. ഭഗവാൻ പറയുന്ന വാക്കുകളാ ഗീതയിൽ. അനിത്യം അസുഖം ലോകം. അപ്പം ശ്രേഷ്ഠമായ മനുഷ്യജന്മം കിട്ടിയിട്ട് പിന്നെ ഇപ്പം എന്താ പ്രയോജനം? ഇവിടെ കാണുന്നതെല്ലാം ഏത് നിമിഷവും നശിക്കാവുന്നതാണ്. ദുഃഖം മാത്രമാണോ ഉള്ളത്? അതിന്ന് രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ ചോദിച്ചാൽ അതും ഭഗവാൻ പറഞ്ഞു. ഇമം പ്രാപ്യ ഭജസ്വമാം. ഈ ലോകത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ ആശ്രയിച്ചോളൂ. അവിടെ ആനന്ദസ്വരൂപിയാണ് ഭഗവാൻ. അവിടെ മാത്രമേ നമുക്ക് ആശ്രയമുള്ളൂ എന്നുള്ളതാണ്. ഭഗവാനെ ആശ്രയിക്കാവുന്ന നിരന്തരം ഭഗവത് സ്മരണ, ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന്റെ കീർത്തനങ്ങൾ പാടുക, എപ്പോഴും ഈശ്വര സ്മരണയോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ്. ഹരി 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 രീതി തിരുനാമം തെരുതെരെ ഉരുവിടു മനമേ നീ. ഹരി 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 രീതി തിരുനാമം അണയുക ഹരി ഹരി ഉരിയാടി ഭവജലനിധിയുടെ മറുകരയിൽ. ഹരി 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 രീതി തിരുനാമം തെരുതെരെ ഉരുവിടു മനമേ നീ. ഹരി 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 രീതി തിരുനാമം പവനനിൽ അവനിയിൽ അനലനിലോ വിധുര വികളിലാധ ജലമതിലോ. ഹരിയുണ്ടെവിടെയും അധിവാസോ ഹരിമയമതിനാൽ ഉലകഖിലോ. ഹരി 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 രീതി തിരുനാമം തെരുതെരെ ഉരുവിടു മനമേ നീ. ഹരി 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 രീതി തിരുനാമം. ഭഗവാന്റെ തിരുനാമത്തെ നിരന്തരം ആശ്രയിച്ചോളൂ. അത് മാത്രമേ ഇവിടെ ഒരു രക്ഷയുള്ളൂ എന്ന് ഭഗവാൻ തന്നെ പറയുന്നു. ഇമം പ്രാപ്യ ഭജസ്വമ. ഇവിടെ ഭാഗവതത്തിൽ രുക്മിണീ സ്വയംവരമാണ് നമ്മുടെ വിഷയം. ഭാഗവതം തന്നെ മുഴുവനെ സിംബോളിക്കാണ്. കഥകൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ പറഞ്ഞു കഥായിമാസ്തേ കഥിതാ മഹീയസാം വിതായ ലോകേഷു യശപ്പരേയുഷാം വൈരാഗ്യ വിജ്ഞാന വിവക്ഷയാ വിഭോ വചോ വിഭൂതിർന്നതു പാരമാർത്ഥിക. ഈ കഥകളൊക്കെ ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണ്ടാകാനുള്ള തത്വങ്ങളെയാണ് പ്രതിപാദിക്കുന്നത്. പ്രതീകാത്മ സിംബോളിക്കാണ് മുഴുവനും, അല്ലാണ്ട് വെറും കഥ പറയലല്ല എന്നർത്ഥം. ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണ്ടാകണം ഭാഗവതം പഠിച്ചാൽ അല്ലെങ്കിൽ കേട്ടാൽ. അതുണ്ടാകുന്നില്ലെങ്കിലോ വായിച്ചിട്ടും പഠിച്ചിട്ടും ഒരു പ്രയോജനവും ഇല്ല. അതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ. അതാണ്. അപ്പോൾ കഥകളൊക്കെ അതിനുള്ളതാണ്. ഇവിടെ പലപ്പോഴും ഭാഗവതം വായിക്കുമ്പോൾ ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ടാവേ. മുഴുവൻ തത്വങ്ങൾ, ആ തത്വങ്ങളെ ഉൾക്കൊള്ളാൻ സാധിച്ചാൽ മാത്രമേ പ്രയോജനമുള്ളൂ. 16,008 ഭാര്യമാർ, ഭഗവാന്, എല്ലാവരിലും 10 മക്കൾ. ഇതൊക്കെ പ്രായോഗികമാണോ വാസ്തവത്തിൽ കേട്ടാൽ എന്ന് തോന്നും നമുക്ക്. അത് തത്വങ്ങളെയാണ് ഓരോ കഥകളിലൂടെ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അവിടെ 16,008 ഭാര്യമാരെന്നൊക്കെ പറഞ്ഞാൽ ഒരു ഭാര്യയെ തന്നെ കൊണ്ട് നടക്കാൻ വയ്യാതെ ഓരോരുത്തർ വിഷമിച്ചിരിക്കുകയാണ്. 2 ഭാര്യയാണെങ്കിൽ പറയും വേണ്ട. 2 ഭാര്യയുള്ളവരും ഉണ്ട്. അവരുടെ വിഷമം ബിലാദ് ബഹി ബിലാദന്തസ്ഥിത മാർജാര സർപ്പയോ മധ്യസ്ഥാഖുരിവാഭാതി ദ്വിഭാര്യ സഹിതോ നര. 2 ഭാര്യയുള്ള ആളുടെ അവസ്ഥ പറയാണ്. ഒരു എലിയെ പിടിക്കാൻ ഒരു പൂച്ച പിന്നാലെ ചെന്ന് ഓടി 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 പൂച്ച പിടിക്കുന്നു വന്നപ്പോൾ ഓടിയിട്ടൊരു മാളത്തിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി. എലി രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോൾ ഒരു മൂർഖം പാമ്പ് ഇങ്ങനെ നുണച്ച് നിൽക്കുക, വിശന്നിട്ട് കാത്തിരിക്കുകയാണ്. എലി ആ മൂർഖം പാമ്പിൻ്റെ വായിലേക്കാണ് ചെല്ലണത്. മൂർഖം പാമ്പിനെ കണ്ടത് ഉടനെ ഓടി പുറത്തേക്ക് വന്നപ്പോൾ അവിടെ പൂച്ച, പുറത്ത് പൂച്ച, അകത്ത് മൂർഖം പാമ്പ്. നടുക്കിൽ നിൽക്കുന്ന എലിക്ക് എന്തൊരു സുഖാവും ആലോചിച്ച് നോക്കൂ. ഇതുപോലെയാണ് അത്ര 2 ഭാര്യയുള്ള ഒരു ഭർത്താവിൻ്റെ അവസ്ഥ.
പിന്നെ 16,008 ഭാര്യമാരൊക്കെ പ്രായോഗികമാണോ ആലോചിച്ച് നോക്കുക. അപ്പോൾ തീർച്ചയായും ഇതെന്തോ തത്വങ്ങളെയാണ് പ്രതിപാദിക്കുന്നത്, മനസ്സിലാക്കാൻ വിഷമമില്ല. എത്രയൊക്കെ ആണെങ്കിലും ഈ കുടുംബജീവിതം അത് ലൗകിക ജീവിതം ദുഃഖമയമാണ്. അതാണ് ഈ പറഞ്ഞത് അനിത്യം അസുഖം ലോകം. തിരുമേനി കല്യാണം കഴിച്ചു, സുഖമായിട്ട് ജീവിക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നി ഭാര്യയ്ക്ക് തീരെ വയ്യ, അവളെ സഹായത്തിന് ഒരാളെയും കിട്ടാനില്ല. അപ്പം എന്താ ചെയ്യുക? പിന്നെ വേളി കഴിക്കണമെങ്കിൽ ഒന്നുകൂടി അത് പിന്നെയും കിട്ടും. അപ്പോൾ ഭാര്യയോട് പറഞ്ഞു, എൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ട് എനിക്ക് സഹിക്കണില്ല, അതുകൊണ്ടാണ് ഒരു വേളിയും കൂടെ കഴിച്ചാൽ നിനക്കൊരു സഹായമാവും. 2 ഭാര്യമാരുണ്ടാവുമ്പോഴേ കുടുംബത്തിൽ അതൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ താല്പര്യം കൊണ്ട് അവസാനം ഭാര്യ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും അദ്ദേഹം വേളി കഴിക്കും. സമ്മതം കൊടുത്തു. അങ്ങനെ 2ാമതൊരു വേളി കഴിച്ചു. കുറച്ച് കഴിഞ്ഞാൽ ഈ 2 സ്ത്രീകൾ തമ്മിൽ എങ്ങനെ യോജിക്കുക ആലോചിച്ചു. എങ്ങനെയായാലും കുഴപ്പമാണ്. പുതിയ സ്ത്രീ വെച്ച് വിളമ്പിയിട്ട് നന്നായി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഭാര്യയ്ക്ക് ആലോചിക്കുക. അപ്പം ഞാൻ ഇത്ര കാലം വെച്ച് വിളമ്പിയൊന്നും നന്നായിട്ടില്ല, അപ്പോൾ അവൾ വെച്ചപ്പോൾ വലിയ നല്ലത്, അങ്ങനെ നന്നായില്ല എന്ന് പറയാം. എന്ത് പറഞ്ഞാലും അവസാനം പൊറുതിമുട്ടിയാൾ. ഇവർ 2ആളും കൂടെ സഹിക്കാൻ വയ്യ. അവസാനം ജീവിതം അവസാനിപ്പിക്കാൻ ഭേദം, 2 ഭാര്യമാരുടെ ഉപദ്രവം സഹിക്കാനായിട്ട് അവസാനം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ കയറ് കെട്ടി വെട്ടത്തിൻ്റെ മുകളിൽ കയറി ഒരൊറ്റ ചാട്ടാണ്. ചാടിയപ്പോൾ കഴുത്തിൽ കെട്ടിയ കെട്ട കഴിഞ്ഞിട്ട് ഊര കുത്തി അങ്ങോട്ട് വീണു. നോക്കണേ. പിന്നെ കോട്ടയ്ക്കൽ ആരോഗ്യശാലയിലൊന്നും പോയില്ല. ഒന്നും കൂടെ കയറുക, കഷ്ടപ്പെട്ട് കയറി നല്ലോണം കഴുത്തിലൊക്കെ മുറുക്കി ഇനി കെട്ടഴിയരുതെന്ന് വിചാരിച്ച് നന്നായിട്ട് കെട്ടിയിട്ടിട്ട് 2ാമതൊരൊറ്റ ചാട്ടം. അപ്പം കെട്ടഴിഞ്ഞില്ല. പക്ഷേ മുകളിലത്തെ കെട്ടഴിഞ്ഞു, വെട്ടത്തമ്പലത്തെ. അതിലേറെ പരുക്ക. എന്ത് ചെയ്യും? അവസാനം കൊട്ടിപ്പടഞ്ഞ് എഴുന്നേറ്റിരുന്നിട്ട് 2 കയ്യും പിന്നാക്കം വെച്ചിട്ട് ഒരു ഇരിപ്പുണ്ട്. ആത്മകഥം പറയാ, തൂങ്ങിച്ചാവാനും കൂടി വശല്ലാച്ച മരിക്കന്നെ ഭേദം എന്ന് പറയുന്ന ഒരു ദയനീയാവസ്ഥ. അതായത് 2 ഭാര്യമാരുടെ സ്വൈരക്കേട് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് ലോകം. അപ്പം അതുകൊണ്ട് 16,008 ഭാര്യമാരെന്നൊക്കെ പറയുമ്പോൾ തീർച്ചയാക്കാം അത് കഥാസ്വരൂപമാണ്, തത്വങ്ങൾ വേറെയാണ്. തത്വങ്ങളെ ബോധിക്കണം, അതിനു വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത്. ഇപ്പോൾ കഥകളിലൂടെ തത്വങ്ങളെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. കൃഷ്ണൻ പരതാരങ്ങളെ പ്രാപിക്കുന്നു. അനേകം പരതാരങ്ങളുടെ കൂടെയൊക്കെയാണല്ലോ രാസക്രീഡയും പല കളികളും. അപ്പോൾ എന്താ വാസ്തവത്തിൽ ഇതെങ്ങനെ ശരിയാണോ എന്നാണ്. സംസ്ഥാപനായ ധർമ്മസ്യ പ്രശമായ ഏതരസ്യ ച അവതീർണോ ഹി ഭഗവാൻ അംശേന ജഗതീശ്വര. ധർമ്മം സ്ഥാപിക്കാനാണ് ഭഗവാൻ അവതരിച്ചത്. പ്രശമായ ഏതരസ്യ ച, അധർമ്മത്തെയൊക്കെ നശിപ്പിക്കാൻ. അങ്ങനെയാണ് ഭഗവാന്റെ അവതാരം എന്ന് പറയുന്നുണ്ട്. സംസ്ഥാപനായ ധർമ്മസ്യ പ്രശമായ ഏതരസ്യ ച അവതീർണോ ഹി ഭഗവാൻ. അതിന് ഭഗവാൻ അവതരിച്ചു അംശേന ജഗതീശ്വര. സ കഥം ധർമ്മസേതൂനാം വക്ത കർത്താഭിരക്ഷിത. ഈ ഭഗവാൻ എങ്ങനെ ധർമ്മത്തെ രക്ഷിക്കുക, എങ്ങനെ ധർമ്മത്തെ സംസാരിക്കുക? പ്രതീപമാചരേത് ബ്രഹ്മൻ പരതാരാഭ്യമർശനം. നേരെ പ്രതികാരമാണ് ചെയ്യുന്നത്. പരതാരങ്ങളോടുകൂടി രമിക്കുക, അനേകം സ്ത്രീകളോടുകൂടി രാസക്രിയകൾ നടത്തുക എന്ന് ഭഗവാൻ എങ്ങനെ ധർമ്മം സ്ഥാപിക്കാറ്? ഇതെന്താ മുഴുവൻ ചെയ്യുന്നത് ആ ധർമ്മമാണ്. അങ്ങനെയുള്ള ഭഗവാൻ എങ്ങനെയാണ് ധർമ്മത്തെ സ്ഥാപിക്കുക എന്ന് ചോദ്യം വന്നപ്പോൾ അതിൻ്റെ മറുപടി എന്താ പറഞ്ഞു വെച്ചാൽ, ഇതാണ് ധർമ്മ വ്യതിക്രമോ ദൃഷ്ട ഈശ്വരാണാംന സാഹസം. ഈ ഈശ്വരത്വമുള്ള ഒരാളെ സംബന്ധിച്ച് ധർമ്മത്തെക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ നമ്മുടെ ലൗകികന്മാരുടെ ധർമ്മമല്ല ഭഗവാന്റെ ധർമ്മം. ഭഗവാന് ധർമാധർമ്മങ്ങൾ ബാധകമല്ല. ഇതിൻ്റെ അപ്പുറത്താണ് ഭഗവാൻ നിൽക്കുന്നത്. തേജീയസാംന ദോഷായ വന്നേഹ സർവഭുജോ യഥാ. തേജസ്വികൾക്ക് ഈ ധർമാധർമ്മങ്ങളൊന്നും ബാധകമല്ല. വന്നേഹ സർവഭുജോ, അഗ്നിയിൽ എന്ത് കൊണ്ടുപോയിട്ടാലും അത് ദഹിപ്പിക്കും. നല്ലതാണോ ചീത്തയാണോ വസ്തു എന്ന് ചോദ്യമല്ല, ഏത് വസ്തുവിനെയും ദഹിപ്പിക്കാനുള്ള ദാഹക ശക്തി അഗ്നിയിലുണ്ട്. ഇതുപോലെ ഭഗവാൻ എന്തൊക്കെ ചെയ്താലും എന്ത് പറഞ്ഞാലും അതിനൊക്കെ ദഹിപ്പിക്കുക. അതായത് ഇതൊന്നും ഭഗവാന്, നമ്മുടെ ലൗകികന്മാരുടെ ധർമാധർമ്മങ്ങളൊന്നും ഭഗവാന് ബാധകമല്ല എന്നാണ് പറയണത്. എന്ന് ധർമ്മ വ്യതിക്രമോ ദൃഷ്ട ഈശ്വരാണാംന സാഹസം തേജീയസാംന ദോഷായ വന്നേഹ സർവഭുജോയത നേതത് സമാചരജാതു മനസാഭിഹ്യനീശ്വര എന്ന് വെച്ചിട്ട് ഭഗവാൻ അങ്ങനെയൊക്കെ ആവാച്ചാൽ എനിക്ക് വൈക്കൂടെ എന്ന് നമ്മൾ വിചാരിച്ചാൽ ശരിയാവില്ല. വിനശ്യത്യാചരൻ മൗഢ്യാത് യഥാ രുദ്രോ അബ്ദിജം വിഷം. ഭഗവാൻ ചെയ്തു, പിന്നെന്താ എനിക്ക് ചെയ്തുകൂടെ ചോദിച്ചാൽ പരമശിവൻ കാളകൂടെ വിഷം കുടിച്ചു, എനിക്കെന്താ കുടിച്ചോളൂ? കുടിച്ചോളൂ, വിരോധമൊന്നുമില്ല, അതോടുകൂടി അവൻ്റെ കഥ കഴിയുന്നു മാത്രം. അപ്പോൾ ഈശ്വരത്വമുള്ള ഒരാളുടെ പ്രവൃത്തികളെ നമുക്ക് അനുകരിക്കാൻ പറ്റില്ല. അവർക്ക് നമ്മുടെ ലൗകികന്മാരുടെ ധർമാധർമ്മങ്ങളൊന്നും തന്നെ ബാധകമല്ല എന്നുള്ളതാണ്. കൃഷ്ണൻ നിത്യബ്രഹ്മചാരിയാണെന്നൊക്കെ പറയും. എൻ്റെ 16,008 ഭാര്യമാരെ എല്ലാവരും കൃത്യം 10 മക്കളും.
അദ്ദേഹമാണ് ബ്രഹ്മചാരി. എങ്ങനെ ഈ ബ്രഹ്മചര്യം ആലോചിച്ച് നോക്കുക. അപ്പോൾ അതിൻ്റെ ഉത്തരം മനസ്സിലാക്കണം നമ്മൾ. കൃഷ്ണ പരീക്ഷിത്ത് കുട്ടി ജനിച്ചപ്പോൾ ജീവനില്ല. അപ്പോൾ ഭഗവാന്റെ അടുത്ത് സങ്കടം പറഞ്ഞു. ഭഗവാൻ ആ കുട്ടിയെ തൊടുന്നുണ്ട്. പറയണ്ട എന്ത്? യതിമേ ബ്രഹ്മചര്യം സ്യാത് സത്യഞ്ചമയി തിഷ്ഠതി അവ്യാഹതം മമ ഐശ്വര്യം തേന ജീവതു ബാലക. യതിമേ ബ്രഹ്മചര്യം എന്നിൽ ബ്രഹ്മചര്യം ഉണ്ടെങ്കിൽ, ഞാൻ ബ്രഹ്മചാരിയാണെങ്കിൽ, സത്യം ചമയി തിഷ്ഠതി എന്നിൽ സത്യമുണ്ടെങ്കിൽ, അവ്യാഹതം മമ ഐശ്വര്യം എൻ്റെ ഐശ്വര്യത്തിന് യാതൊരു കോട്ടവുമില്ലെങ്കിൽ, തേന ജീവതു ബാലക എന്നാൽ ഈ കുട്ടിക്ക് ജീവൻ വെക്കട്ടെ എന്നും പറഞ്ഞിട്ട് ആ കുട്ടിയെ തൊട്ടതേ. തൊടേണ്ട താമസം. സ്പൃഷ്ടമാത്രസ്വ കൃഷ്ണേന സബാലോ ഭരതർഷഭ ശനൈശനൈർ മഹാരാജ പ്രാപദ്യത ചേതന. ഭഗവാൻ തൊടേണ്ട താമസം മെല്ലെ 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 ഈ കുട്ടിക്ക് ചൈതന്യമുണ്ടായി. അപ്പോൾ ഭഗവാൻ നിത്യബ്രഹ്മചാരിയാണെന്നുള്ളതിന് വേറെന്താ തെളിവ് വേണ്ടത്? നമ്മൾ വിചാരിക്കുന്ന പോലെ ബ്രഹ്മചര്യം മനസ്സിൻ്റെ മാനസികാവസ്ഥയാണ്, അല്ലാണ്ട് കേവലം ശരീരം കൊണ്ടുള്ള ബ്രഹ്മചര്യം മാത്രമല്ല. അപ്പോൾ ഭഗവാന്റെ ലീലകൾ, അതിൻ്റെ തത്വത്തെ മനസ്സിലാക്കിയാൽ പിന്നെ അവിടെ സംശയമേ ഉണ്ടാകാൻ നിവൃത്തിയില്ല എന്നുള്ളതാണ്. പിന്നെ ഇതുപോലെ രാസക്രീഡ, വാസ്തവത്തിൽ എന്താ ഈ രാസക്രീഡ? രാസക്രീഡ അനേക സ്ത്രീകളോടുകൂടി കളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഇങ്ങനെ ഇത് ധർമ്മമാകുന്നതെന്ന് ചോദ്യം വരും. രാസക്രീഡ തത്വം അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ജീവേശ്വര ലീലയാണ് അവിടെ വർണ്ണിക്കുന്നത്. രാസക്രീഡ എന്ന് പറഞ്ഞാൽ ഇത് കാമദേവനെ ജയിച്ച കഥയാണ് രാസക്രീഡ. കാമദേവന് സ്വയം ഒരു അഹങ്കാരമുണ്ട്, എന്നെ ആർക്കും ജയിക്കാൻ സാധിക്കില്ല, എല്ലാവരും എൻ്റെ വരുതിയിൽ വരുത്തിയിട്ടുണ്ട് എന്ന്. ബ്രഹ്മാതി ജയസംരൂഢ ദർപ്പ കന്ദർപ്പ ദർപ്പ ജയതി ശ്രീപതിർ ഗോപീ രാസമണ്ഡലമണ്ഡന. ബ്രഹ്മാതി ജയസംരൂഢ ദർപ്പ അന്തർപ്പ ദർപ്പ. കാമദേവനൊരു അഹങ്കാരം. ബ്രഹ്മാതി ദേവന്മാരെ പോലും ഞാൻ വരുതിയിൽ വരുത്തിയിട്ടുണ്ട്, അവരൊക്കെ എൻ്റെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് ആ കാമദേവൻ്റെ അഹങ്കാരത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് രാസക്രീഡ നടത്തിയത് എന്നാണ്. ബ്രഹ്മാതി ജയസംരൂഢ ദർപ്പ കന്ദർപ്പ ദർപ്പ ജയതി ശ്രീപതിർ ഗോപീ രാസമണ്ഡലമണ്ഡന. ഈ ഗോപസ്ത്രീകളോടുകൂടി രാസക്രീഡ നടത്തിയത് കാമദേവനെ ജയിച്ച കഥയാണ്. അതായത് കാമദേവന് കൃഷ്ണനിൽ യാതൊരു ക്ഷോഭവും ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളത്. അതായത് കാമത്തിൻ്റെ കണിക പോലും ഇല്ലാതെയാണ് ഇവരോട് വലിയ രാസക്രീഡ നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് ഇത് ബ്രഹ്മദേവനെ പോലും ജയിച്ചു എന്ന അഹങ്കാരമുള്ള കാമദേവൻ്റെ അഹങ്കാരത്തെ ഇല്ലായ്മ ചെയ്യാനായിട്ടാണ് വാസ്തവത്തിൽ രാസക്രീഡ നടത്തിയത് എന്നാണ്. എന്താ കഥ? അഹല്യായൈ ജാരസുരപതിരഭൂത് ആത്മതനയാം പ്രജാനാഥോയാസീത് അഭജത ഗുരോരിന്ദുരബലാം ഇതി പ്രായക്കോവ ന പഥം അപതേർധാര്യതമയ ശ്രമോ മത് ബാണാനാം കൈഹ ഭുവനോന്മാദന വിധൗ. അഹല്യായൈ ജാരസുരപതിരഭു. ദേവേന്ദ്രൻ പോലും അഹല്യയെ കണ്ട് മോഹിച്ചു. കാമദേവന്റെ വിജയത്തിൻ്റെ കഥയല്ലേ? ആലോചിച്ച് നോക്കൂ. എന്താ ദേവേന്ദ്രൻ അവിടെ കുറവ്? അവിടെ സുന്ദരിമാരില്ലേ? കിമു കുവലയ നേത്ര സന്തിനോ ദേവലോകെ. ദേവലോകത്തിൽ അതിസുന്ദരിമാരുണ്ട്. ത്രിദിവപതിർ അഹല്യാം താപസ്യം യത് ശിഷേവ. എന്നിട്ടും ദേവേന്ദ്രൻ അഹല്യ എന്ന താപസ സ്ത്രീയെ പ്രാപിച്ചു. ഹൃദയവന കുടീരം ദഗ്ധുകാമസ്മരാഗ്നൗ ഉചിതം അനുചിതം വാ വേത്തിനോ പണ്ഡിതോപി. ഹൃദയമാകുന്ന വനകുടീരത്തെ ദഹിപ്പിക്കുന്ന കാമദേവന്റെ അഗ്നിയിൽ പണ്ഡിതന്മാർക്ക് പോലും ഏത് ശരി ഏത് തെറ്റെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നാണ്. അപ്പം അതുകൊണ്ട് ദേവേന്ദ്രൻ പോലും അഹല്യയിൽ ഭ്രമിച്ചു എന്ന് പറഞ്ഞ കാമദേവന്റെ വിജയകഥയാണ്. അതാണ് ബ്രഹ്മാതി ജയസംരൂഢ ദർപ്പ കന്ദർപ്പ ദർപ്പ. ബ്രഹ്മാതി ദേവന്മാരെ പോലും ഞാൻ ജയിച്ചു എന്നൊരു അഹങ്കാരം. പിന്നെ ആത്മതനയാം പ്രജാനാഥോയാസീത്. ബ്രഹ്മദേവൻ തൻ്റെ പുത്രിയായ സരസ്വതിയിൽ മോഹിച്ചു എന്നും കഥ പറയുന്നുണ്ട്. ഇതൊക്കെ കാമദേവന്റെ വിജയഗാഥകളാണ്. അപജത ഗുരോരിന്ദുരബല. അതുപോലെ ചന്ദ്രൻ ഗുരുപത്നിയെ പ്രാപിച്ചു എന്നും കഥ കേട്ടിട്ടുണ്ട്. അതിലുണ്ടായ പുത്രനാണ് ബുധൻ. അപ്പോൾ ചന്ദ്രനും ഭ്രമിച്ചിട്ടുണ്ട് കാമദേവന്റെ പിടിയിൽപ്പെട്ട്. ഇതി പ്രായ കോവ. ഇങ്ങനെ ചുരുക്കി പറഞ്ഞ ആരാണ് എൻ്റെ പിടിയിൽ വരാത്തത് എന്നൊരഹങ്കാരം കാമദേവന്. ആ കാമദേവന്റെ അഹങ്കാരത്തെ തീർക്കാൻ വേണ്ടിയാണ് ഈ രാസക്രീഡ നടത്തിയത് എന്നുള്ളത്. അല്ലാണ്ട് സ്ത്രീ പുരുഷ ലീലയല്ല രാസക്രീഡ എന്ന്. ഇവിടെ രാസക്രീഡയുടെ ഫലശ്രുതി പറയുന്നുണ്ട്. ഭക്തിം പരാം ഭഗവതി പ്രതിലഭ്യകാമം ഹൃദ്രോഗമാശ്വപഹിനോ ത്യചിരേണ ധീര. ഈ രാസക്രീഡ ഭക്തി ശ്രദ്ധയോടുകൂടി വായിക്കുകയോ പഠിക്കുകയോ ചെയ്താൽ എന്ത് സാധിക്കും? ഭക്തിം പരാം ഭഗവതി പ്രതിലഭ്യകാമം. ഭഗവാനിൽ പരമമായ ഭക്തി ഉണ്ടാകും. ഹൃദ്രോഗമാശ്വപഹിനോതി അചിരേണ ധീര. അധികം വഴുകാതെ അധീരനായ ആ മനുഷ്യൻ ഹൃദ്രോഗത്തെ ഇല്ലായ്മ ചെയ്യുന്നു എന്നുള്ളത്.
അതായത് രാസക്രിയയുടെ വാസ്തവത്തിൽ സ്ത്രീ പുരുഷ ലീലയാണെങ്കിൽ അത് വായിച്ചാൽ എങ്ങനെയാണ് ഇയാൾ പരമജ്ഞാനി ഭഗവാനിൽ പരമമായ ഭക്തി ഉണ്ടാവുമല്ലോ. അപ്പം അത് സ്ത്രീ പുരുഷ ലീലയല്ല എന്ന് വ്യക്തമാവുകയാണ്. മാത്രമല്ല ഹൃദ്രോഗമാശ്വപഹിനോതി, ഹൃദയത്തിൻ്റെ രോഗത്തിൽ നിന്ന് അയാൾ മുക്തനാകുന്നു. എന്താ ഹൃദയത്തിൻ്റെ രോഗം? ശരീരത്തിനും മനസ്സിനും രോഗമുണ്ട്. ശരീരത്തിൻ്റെ രോഗം എന്താ? വാതപിത്ത കഫങ്ങൾ ദുഷിക്കുമ്പോഴാണ് ശരീരത്തിന് രോഗം ഉണ്ടാകുന്നത്. വൃദ്ധി സമാനൈ സർവേഷാം വിപരീതേർ വിപര്യയ, വാതപിത്ത കഫങ്ങൾ ഒരു ദേഹത്തിൽ തുല്യമായിട്ട് നിന്നാൽ ആരോഗ്യവും, ഏതെങ്കിലും ഒന്നിന് ഏറ്റക്കുറച്ചിൽ വന്നാൽ രോഗവും ഉണ്ടാവുന്നതാണ്. രോഗസ്തു ദോഷവൈഷമ്യം ദോഷസാമ്യം അരോഗത. ആയുർവേദം രോഗം ഉണ്ടാകുന്നത് ദോഷവൈഷമ്യം, ദോഷങ്ങൾ പറഞ്ഞ ത്രിദോഷങ്ങൾ, വാതം പിത്തം കഫം. അത് വിഷമാവസ്ഥയിൽ സമമല്ലാതെ കണ്ടിരിക്കുമ്പോൾ രോഗം ഉണ്ടാവും. രോഗസാമ്യം ദോഷസാമ്യം അരോഗത, ദോഷം വാതപിത്ത കഫങ്ങൾ സമമായിട്ട് നിന്നാൽ രോഗം ഉണ്ടാവില്ല. അപ്പോൾ മനസ്സിനും ശരീരത്തിനും രോഗമുണ്ട്. മനസ്സിൻ്റെ രോഗം എന്തത്? ശരീരത്തിൻ്റെ രോഗം. അതിനുള്ള ചികിത്സയും ആയുർവേദത്തിൽ വിധിച്ചിട്ടുണ്ട്. ശരീരത്തിന് രോഗം ഉണ്ടായാൽ ചികിത്സിക്കേണ്ട വിധം. മനസ്സിന് രോഗമില്ല, അത് ചികിത്സിക്കണ്ടേ? മനസ്സിൻ്റെ രോഗം എന്താ? രജസ്തമശ്ച മനസ്സോ ദൗജ ദോഷാവുദാഹൃതോ, രജോ ഗുണവും തമോ ഗുണവുമാണ് മനസ്സിൻ്റെ രോഗം. അതിനും ചികിത്സിക്കണം. ആ രജോ ഗുണം വർദ്ധിച്ചാൽ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം ഇതെല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതിൽ നിന്നാണ് സകല അനർത്ഥങ്ങളും ഉണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് രജോ ഗുണത്തെയും തമോ ഗുണത്തെയും ജയിക്കാതെ ഒരു രക്ഷയില്ല. മനസ്സിൻ്റെ രോഗമാണത്. ഈ മനസ്സിനെ നിയന്ത്രിക്കാതെ, അല്ല മനസ്സിനെ ചികിത്സിക്കാതെ ശരീരത്തെ മാത്രം ചികിത്സിച്ചത് കൊണ്ട് ഒരിക്കലും ശാശ്വതമായ ശാന്തിയോ സമാധാനമോ ഉണ്ടാവില്ല. കാരണം മനസ്സിൻ്റെ രോഗം ശരീരത്തെ ബാധിക്കും, ശരീരത്തിൻ്റെ രോഗം മനസ്സിനെ ബാധിക്കും. ഒരുപോലെ ചികിത്സ വേണം. മനഃശരീരയോ സ്ഥാപ പരസ്പരമഭിപ്രചേത്, മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും രോഗങ്ങൾ പരസ്പരം ബാധിക്കും. ആധാരാധേയ ഭാവേന തപ്ത അജ്ജഘടയോരിവ, ആധാരാധേയ ഭാവത്തിൽ. അതായത് ഒരു ഗ്ലാസ്, തണുത്ത സ്റ്റീലിൻ്റെ ഒരു ഗ്ലാസ്സിൽ ഉരുക്കിയ നെയ്യ് ഒഴിച്ചാൽ ഈ നെയ്യിൻ്റെ ചൂട് ഗ്ലാസ്സിനെ ബാധിക്കും. ഗ്ലാസ് പിടിച്ചു കൊണ്ട് നിൽക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. അല്ലെങ്കിൽ ചൂടുള്ള ഗ്ലാസ്സിൽ വെണ്ണ കൊണ്ടുപോയിട്ടാൽ ഈ വെണ്ണ ഉരുകും ഗ്ലാസിൻ്റെ ചൂട് കൊണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ബാധിക്കും. ഇതുപോലെ മനസ്സ് രോഗാതുരമാണെങ്കിൽ, മനസ്സിന് സ്വസ്ഥതയില്ലെങ്കിൽ ശരീരത്തിന് എത്ര ആരോഗ്യം ഉണ്ടായിട്ട് വലിയ വിശേഷമില്ല. മനസ്സിന് കടുത്ത ദുഃഖമുണ്ടെന്ന് വിചാരിക്കൂ, അയാൾ എന്താ ആഹാരം കഴിച്ചാലും ശരീരത്തിൽ കാണില്ല. എന്താ ഇങ്ങനെ പരോശമായിരിക്കണത് ഒന്നും പറയേണ്ട കല്യാണിക്കുട്ടി, മനസ്സിനൊരു സമാധാനം ഇല്ലെന്നാൽ പോരെ. എല്ലാം ഉണ്ട്, പക്ഷേ മനസ്സിന് സമാധാനമില്ല. അങ്ങനെ എത്ര ആളുകൾ. അപ്പോൾ മനസ്സിനും സമാധാനമാണ്, ശരീരത്തിനും സമാധാനമാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ശരീരത്തിന് മാത്രം ചികിത്സിച്ചാൽ പോരാ, മനസ്സിനും ചികിത്സ വേണമെന്നുള്ള. മനസ്സിൻ്റെ രജോ ഗുണവും തമോ ഗുണവുമാണ് മനസ്സിൻ്റെ രോഗങ്ങളെ പറഞ്ഞല്ലോ. അതിനെ അതിജീവിക്കണം. അതിന് സത്വഗുണത്തെ വർദ്ധിപ്പിക്കണം. സത്വഗുണം വർദ്ധിക്കണമെങ്കിൽ സാത്വികമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ, എങ്ങനെയുള്ള ഭാഗവതാദി ഗ്രന്ഥങ്ങൾ പഠിക്കുക, സജ്ജനങ്ങളുമായിട്ടുള്ള നിരന്തരം സംസർഗം ഉണ്ടാവുക, സാത്വികമായ ആഹാരം കഴിക്കുക. അങ്ങനെയാകുമ്പോൾ സത്വഗുണം വർദ്ധിക്കും. സത്വഗുണം വർദ്ധിച്ചാൽ രജോ ഗുണവും തമോ ഗുണവും താനേ ഇല്ലാതെയാവും. പിന്നെ അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേറെ പ്രയത്നം വേണ്ട. സത്വഗുണം വർദ്ധിപ്പിക്കൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതിനാണ് നമ്മൾ സത്രത്തിൽ പങ്കെടുക്കുന്നത്, സപ്താഹത്തിൽ പങ്കെടുക്കുന്നത്, ഭാഗവതാദി ഗ്രന്ഥങ്ങൾ വായിക്കുന്നത്, സജ്ജന സംസർഗം, ഇതൊക്കെ ഈ സത്വഗുണത്തെ വർദ്ധിപ്പിക്കാനാണ്. അത് വർദ്ധിച്ചു കഴിഞ്ഞാൽ രജോ ഗുണവും തമോ ഗുണവും താനേ നശിക്കും. അത് നശിപ്പിച്ചോളണം. അതിനു വേണ്ടിയാണ് എല്ലാ കർമ്മങ്ങളും നമ്മൾ ചെയ്യണത്. ആർക്കും ഇവിടെ തെറ്റ് ചെയ്യണമെന്ന് മോഹമില്ല, പാപം ചെയ്യണമെന്ന് മോഹമില്ല. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ എല്ലാവരും ചില്ലറ പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആരാ ഈ മനുഷ്യനെ കൊണ്ട് തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? ആർക്കും തെറ്റ് ചെയ്യണമെന്ന് മോഹമില്ലല്ലോ, എന്നാലും തെറ്റ് ചെയ്യുന്നു ചിലർ. എന്താ അത കേനപ്രയുക്തോയം പാപം ചരതി പൂരുഷ ഗീത. ആരുടെ പ്രേരണയാലാണ് മനുഷ്യൻ പാപം ചെയ്യുന്നത്? പാപം ചെയ്യണമെന്ന് ആഗ്രഹമില്ല, പിന്നെ എന്തിനാ പാപം ചെയ്യണത്? ആരാ ഈ മനുഷ്യനെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? അതിന് മറുപടി കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാത്മാ വിദ്ധ്യേനമിഹ വൈരിണം. കാമയേഷ ക്രോധയേഷ, കാമവും ക്രോധവും. കാമം തന്നെയാണ് ക്രോധമായിട്ട് മാറുന്നത്. ആഗ്രഹം മനസ്സിൽ വരുമ്പോൾ മനസ്സ് പ്രക്ഷുബ്ധമാവുകയാണ്. അങ്ങനെ മനസ്സ് ക്ഷോഭിക്കുക, അപ്പം ക്രോധമായി. ഇത് രജോഗുണത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. മഹാശനോ, എത്ര അനുഭവിച്ചാലും ആഗ്രഹത്തിനോട്ട് അവസാനമില്ല. മഹാപാത്മ, കടുത്ത പാപം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതും കാമമാണ്. കൊലപാതകം വരെ നടക്കുന്നത് ഈ കാമവാസന കൊണ്ടാണ്. എത്രയോ കുട്ടികളെ പീഡിപ്പിച്ച് കൊല്ലുന്നു. എന്തിനു വേണ്ടിയിട്ട്? കാമപരിപൂരണത്തിന് വേണ്ടിയിട്ട്. അപ്പം കാമവും ക്രോധവുമാണ് പാപം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതിനെ ജയിച്ചിട്ടില്ലെങ്കിൽ ഒരു രക്ഷയില്ല. അതിന് സത്വഗുണത്തെ വർദ്ധിപ്പിക്കുക തന്നെ വേണം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഇത് വലിയൊരു ചികിത്സയാണ്. ഭാഗവതം പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, ഭാഗവതം കേൾക്കുന്നത് പോലും വലിയ ഒരു മാനസികമായിട്ടുള്ള ചികിത്സയാണ്. ഇവിടെ ഇപ്പോൾ
രുക്മിണി സ്വയംവരമാണ്. കഥയൊക്കെ എല്ലാവർക്കും അറിയാം. എന്നാലും രാജാസീത് ഭീഷ്മകോ നാമ വിദർഭാധിപതിർ, വിദർഭത്തിൻ്റെ അധിപതിയായിട്ട് ഭീഷ്മകൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു, മഹാനായിട്ടൊരാളുണ്ടായിരുന്നു. അയാൾക്ക് തസ്യ പഞ്ചാഭവൻ പുത്ര 5 ആൺകുട്ടികളുണ്ടായി. കന്യയ്ക്കാച്ച വരാന, അതിസുന്ദരിയായിട്ടൊരു കന്യകയും ഉണ്ടായി എന്ന് കഥ. 5 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും. വിവാഹം കഴിച്ചാൽ പിന്നെ സന്താനങ്ങൾ ഉണ്ടാവണം. വിവാഹം കഴിയാത്ത ദുഃഖം, കുറേ കാലം ജാതകമൊന്നും ശരിയാവില്ല, കുട്ടിയെ ഇഷ്ടാവില്ല. അവസാനം കല്യാണം കഴിഞ്ഞാലോ കല്യാണമൊക്കെ കഴിഞ്ഞ് സുഖം തന്നെയല്ലേ, തിരക്കടമൊന്നുമില്ല. അപ്പോൾ ഈ മീനത്തിലേക്ക് 7 കൊല്ലമായി ഇതുവരെ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള യോഗ്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ കുട്ടിയില്ലാത്ത ദുഃഖം. കുട്ടി ഉണ്ടായാലോ സുഖമല്ലേ, കുട്ടിയൊക്കെ അല്ലേ, ഒന്നും പറയണ്ട. കുട്ടിയെ കൊണ്ട് തോറ്റു ഞാൻ. അങ്ങനെ കുട്ടികളെ കൊണ്ടുള്ള വിഷമായി. അപ്പോഴും ദുഃഖം തന്നെയാണ്. 16 വയസ്സായപ്പോഴേക്ക് കുട്ടി 17 തവണ കണ്ണൂർ സെൻട്രൽ ജയിലിൽ പോയിട്ട് വന്നു. ഇടയ്ക്കിടയ്ക്ക് പോലീസുകാർ അന്വേഷിച്ചു വരും. ഒരു മകൻ പോരെ, എന്തിനാ 100 മക്കൾ? അപ്പോൾ മക്കളെ കൊണ്ടുള്ള ദുഃഖം. എങ്ങനെയായാലും ഈ സംസാരം ദുഃഖം തന്നെയാണ്. അപ്പോൾ ഈ ഒരു പെൺകുട്ടിയും ജനിച്ചു. ഈ പെൺകുട്ടി ഉണ്ടായാൽ പിന്നെ ജാതേഹി കന്യാ മഹതേഹി ചിന്ത. ഒരു പെൺകുട്ടി ഉണ്ടായാൽ അച്ഛനമ്മമാർക്ക് ആ നിമിഷം ചിന്ത തുടങ്ങായി. കസ്മൈ പ്രദായ, ആർക്കായി ഇവളെ വിവാഹം കഴിച്ചു കൊടുക്കണ്ട്. ആ നിമിഷം മുതലേ ചിന്ത വന്നത്. ഇനി കല്യാണം കഴിച്ചു കൊടുത്താലോ സുഖം തന്നെ ആയിരിക്കും. കത്ത് വന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. അപ്പോഴും പരിഭ്രമമാണ്. ഒരു കാലത്തും മനസ്സിന് സമാധാനമില്ല. ഇതാണ് ഈ ലോക സ്വഭാവം. അതുകൊണ്ട് ഈ മഹതീഹി ചിന്ത വലിയ എപ്പോഴും ആദിവ്യാധികൾ ഉണ്ടാവാൻ കാരണം ഈ മമതയാണ്. എൻ്റെ മകള്, എൻ്റെ കുട്ടി എന്നൊക്കെ തോന്നുമ്പോൾ സ്വാഭാവികമാണത്. എവിടെ പോയാലും നമുക്ക് സമാധാനമില്ല. അവളുടെ കാര്യം ആലോചിച്ചു കൊണ്ടിരിക്കുക അച്ഛനമ്മമാരൊക്കെ. അമ്മമാർ പ്രത്യേകിച്ചും പറയണ്ട. അച്ഛനുണ്ട്. ഈ ചിന്ത വന്നാൽ എന്തൊക്കെ കഴിച്ചാലും ശരീരത്തെ കാണില്ല. ചിത 2 വാക്കുണ്ട്. ചിത എന്ന് എഴുതി ഒരു കുത്തിട്ട ചിന്താന്നായി. വ്യത്യാസത്തിൽ ഒരു കുത്തിൻ്റെ വ്യത്യാസമുള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ല. ചിതാദഹതി നിർജീവം, ചിന്താദഹതി ജീവിതം. ചിത ശവത്തിനെ ദഹിപ്പിക്കുമ്പോഴാണ് അതിന് ചിത എന്ന് പറയുക. ചിന്താദഹതി ജീവിതം. ചിന്ത ആദി കടന്നുകൂടിയാൽ ജീവിതം തന്നെ തകർന്നു പോകും. ഉള്ളിലൊരു ചിന്ത വന്നാലോ എൻ്റെ മകളുടെ കാര്യം ഇങ്ങനെ ഒരുത്തനെയാണല്ലോ, കുട്ടികൾ അവളെ എന്താ നരകാവ്, അങ്ങനെ ചിന്തിച്ച് ഈ അമ്മയും കൂടെ വിയർക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ചിന്തയിൽ നിന്ന് രക്ഷപ്പെടണം. ചിന്ത എങ്ങനെ ചിന്തയിൽ നിന്ന് രക്ഷപ്പെടുക? മഹാത്മാക്കൾക്ക് എന്ത് തന്നെ ആയാലും ചിന്തയില്ല അല്ലേ. ചിന്ത നാസ്തി കില തേഷാം ചിന്ത നാസ്തി കില. അവർക്ക് ചിന്തയില്ല. ആർക്ക്? ശമദമ കരുണ സമ്പൂർണാനാം സാധു സമാഗമ സങ്കീർണാനാം ചിന്ത നാസ്തി കില തേഷാം ചിന്ത നാസ്തി കില. ശമദമ കരുണാ സംഭവം. ശമം ദമം കാരുണ്യം, ഇന്ദ്രിയ നിഗ്രഹം, മനോനിഗ്രഹം, ഇതൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ ഒരു പ്രകാരത്തിലുള്ള ചിന്തയില്ല. കാലത്രയജിത കന്ദർപ്പാണം ഖണ്ഡിത സർവേന്ദ്രിയദർപ്പാണം ചിന്ത നാസ്തി കില തേഷാം ചിന്ത നാസ്തി കില. കാലത്രയജിത കന്ദർപ്പാണം. 3 കാലത്തിലും കാമനെ ജയിക്കുക, കാമത്തെ നിയന്ത്രിക്കാൻ സാധിച്ചാൽ അവർക്ക് ചിന്തയില്ല. ഇത് സാധിക്കാത്തത് കൊണ്ടാണ് കുഴപ്പം മുഴുവൻ. ഈ കാമത്തിനെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കാഞ്ഞാൽ ദുഃഖം തന്നെ. ആഗ്രഹങ്ങൾ എങ്ങനെ വെച്ചാൽ, ആഗ്രഹങ്ങൾ ഉണ്ടായാൽ സാധിച്ചാലും ദുഃഖം, സാധിച്ചില്ലെങ്കിലും ദുഃഖം. എങ്ങനെയായാലും 2 ദുരന്തമാണ് ഈ ജീവിതത്തിൽ പറയും. എന്താ 2 ദുരന്തം? ദുരന്തം പറഞ്ഞാൽ ദുഃഖമാകുന്ന അന്തത്തോടു കൂടി അത് അവസാനം ദുഃഖത്തിലേക്ക് കലാശിക്കും. അതെന്താ? ചില ആഗ്രഹങ്ങൾ സാധിക്കുന്നില്ല എന്ന് വന്നാൽ ദുരന്തമാണ്. അപ്പോൾ നമുക്ക് വിഷമായി, ജീവിതം മുഴുവൻ ദുഃഖത്തിൽ അവസാനിക്കുക. ചിലപ്പോൾ ആഗ്രഹങ്ങൾ സാധിക്കാൻ ആത്മഹത്യ വരെ ചെയ്യാറുണ്ട്. രണ്ടാമത്തെ ദുരന്തം ആഗ്രഹങ്ങൾ സാധിക്കുന്നു എന്നുള്ളതാണ്. അതും ദുഃഖമാണ്. അതെങ്ങനെയത്? ഒരാൾ ഭ്രാന്താസ്പത്രി കാണാൻ പോയി എന്നാണ്. ഭ്രാന്താസ്പത്രി കാണാൻ പോയപ്പോൾ ഒരു വാർഡിൽ നിന്ന് ഒരു ഭ്രാന്തൻ ലൈല 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 പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. അപ്പോൾ വാർഡനോട് ചോദിച്ചു, ഇതാളെന്തായി ലൈല ലൈല പറഞ്ഞ് നിലവിളിക്കുന്നത്? അതിൽ ലൈല എന്നുള്ളൊരു കുട്ടിയെ സ്നേഹിച്ചിരുന്നേ. 2-3 വർഷത്തെ സ്നേഹമാണ്. അവർ ലൈല ഇയാളെ കല്യാണം കഴിക്കുള്ളൂ, ഇയാൾ അവളെ കല്യാണം കഴിക്കും. അങ്ങനെ ഉറപ്പിച്ച് അങ്ങനെ ഇരിക്കെ ലൈല വേറൊരാളുടെ കൂടെ പോയി കല്യാണം കഴിച്ചിട്ട് അതോടുകൂടി ഇയാൾക്ക് ഭ്രാന്തായി. അത് അയാളെ ഭ്രാന്താസ്പത്രിയിൽ അഡ്മിറ്റ്. അത് അയാൾ ഇപ്പോഴും ആ ലൈല ലൈല പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അയാൾ ആഗ്രഹം സാധിച്ചില്ല, അയാൾക്ക് ഭ്രാന്തായി, ദുരന്തമായി. ആ ആസ്പത്രിയിൽ കുറച്ച് ദൂരം കൂടെ പോയപ്പോൾ വേറൊരു വാർഡിൻ്റെ അവിടെ എത്തിയപ്പോൾ അവിടെയുണ്ട് ഒരാൾ ലൈല ലൈല പറഞ്ഞ് നിലവിളിക്കണം. ഇയാളെന്തായി ലൈല? ഞാൻ പറഞ്ഞേ നേരത്തെ ഒരു ലൈല സ്നേഹിച്ചിട്ട് ലൈലയെ കിട്ടാഞ്ഞിട്ട് ഒരാൾക്ക് ഭ്രാന്തായി പറഞ്ഞില്ലേ, ആ ലൈലയെ കല്യാണം കഴിച്ച ആളാ ഇയാളെ പറഞ്ഞു. അയാൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ലൈലയുടെ സ്വഭാവം മനസ്സിലായത്, അയാൾക്കും ഭ്രാന്തായി.
അപ്പോൾ ആഗ്രഹങ്ങൾ സാധിക്കാഞ്ഞാൽ ദുരന്തം, ആഗ്രഹങ്ങൾ സാധിച്ചാലും ദുരന്തം. സർവത്ര ഇങ്ങനെ ആഗ്രഹമേ ദുഃഖ, ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം. പിങ്കളയുടെ കഥയിൽ പറയാറില്ലേ, യഥാ സന്ത്യജ കാന്താശാം സുഖം സുഷ്വാപ പിങ്കള. ഈ ആഗ്രഹം വന്നാൽ അത് ദുഃഖമാണ്. ആശാഹി പരമം ദുഃഖം. അതെങ്ങനെയൊക്കെ ആയാലും ദുഃഖത്തിലേ കലാശിക്കുള്ളൂ. സാധിച്ചാലും സാധിച്ചില്ലെങ്കിലും ദുഃഖമാണ്. എത്രയോ ഉദാഹരണങ്ങൾ. അപ്പം അതുകൊണ്ട് ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുക തന്നെ വേണം. അതാണ് എല്ലാ ദുഃഖത്തിനും അടിസ്ഥാന കാരണം എന്നുള്ളത്. ഏതായാലും ഇവിടെ ഈ കുട്ടി വളർന്നു വരുമ്പോൾ തന്നെ അച്ഛനമ്മമാർക്ക് ചിന്തയായി ആർക്കാ വിവാഹം കഴിച്ചു കൊടുക്കേണ്ട രുക്മിണിയെ. അപ്പോൾ അച്ഛനമ്മമാരെപ്പോഴും അവരുടെ പ്രതീക്ഷകൾ പലതും ഉണ്ടാവുമല്ലോ. ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ കഥകൾ ഇങ്ങനെ കേട്ട് 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 ശ്രീകൃഷ്ണൻ തന്നെയാണ് നമ്മുടെ മകൾക്ക് അനുരൂപനായിട്ടുള്ള വരൻ. സാധിച്ചാൽ ഭഗവാന് തന്നെ കല്യാണം കഴിച്ചു കൊടുക്കണം, ശ്രീകൃഷ്ണന് കല്യാണം കഴിച്ചു കൊടുക്കണം എന്നൊക്കെ ഇവർ ചിന്തിക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, കൊട്ടാരത്തിൽ വരുന്ന എല്ലാവരോടും ശ്രീകൃഷ്ണൻ്റെ കളികൾ, ലീലകൾ, ശ്രീകൃഷ്ണൻ്റെ മഹത്വം ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കും. കുട്ടിക്കാലത്തെ ഭഗവാന്റെ മഹത്വം കേൾക്കണം നമ്മളെ. അത് ഇന്ന് കേൾക്കാൻ സാധിക്കാത്തതുകൊണ്ട് ആ കുട്ടികൾക്കൊന്നും ഈശ്വര വിചാരമോ ശ്രദ്ധയോ ഭക്തിയോ ഇല്ലാത്തത്. പണ്ടൊക്കെ മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ ഭഗവാന്റെ കഥ പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പോൾ ഭഗവാന്റെ കഥ കേൾക്കണം, കുട്ടിക്കാലം മുതലേ കേൾക്കണം. അവരെ നിർബന്ധിച്ച് ഭാഗവതാദികളൊക്കെ കേൾക്കാൻ കൊണ്ടുവരണം. അമ്മമാർ കൊണ്ടുവരില്ല. എന്താ കൊണ്ടുവരാത്തത്? അവർക്ക് അതൊന്നും താല്പര്യമില്ല. പക്ഷേ ഞാനൊട്ടും നിർബന്ധിക്കാറില്ല. പിന്നെ ആരാ നിർബന്ധിക്കുക? കുട്ടികളെ ഒരു ദിവസം കൊണ്ടുവരും, അവരത് കേൾക്കട്ടെ. അവരെ കേൾപ്പിക്കാൻ നമുക്ക് സമ്മതമില്ല. നാഗപ്പൂരിൽ പോയപ്പോൾ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. പ്രോഗ്രാമിന് പോയപ്പോഴേ പകലൊക്കെ വെക്കേഷനായിരുന്നു. അപ്പോൾ കുട്ടികളെ കഥയൊക്കെ പറഞ്ഞാൽ എന്നോട് വളരെ അടുത്ത് വളരെ സ്നേഹത്തിലായി. 2 വർഷം. 3-ാമത്തെ വർഷം ഞാൻ ചെന്നപ്പോൾ കുട്ടികളെയൊന്നും കാണാനില്ല. 2 ദിവസം. 3-ാമത്തെ ദിവസം കുട്ടികൾ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തേ നിങ്ങൾ ഇന്നലെയും മിഞ്ഞാന്ന് വന്നല്ലേ, നല്ല നല്ല കഥകളായിരുന്നല്ലോ. അപ്പോൾ അവർ കണ്ണ് നിറച്ചിട്ട് പറയുക, ഞങ്ങളെ മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് പഠിച്ചോന്നും പറഞ്ഞു വാതിൽ പൂട്ടിയിട്ട് അച്ഛനും അമ്മയും അമ്പലത്തിലേക്ക് പോകുന്നു പ്രഭാഷണം കേൾക്കാൻ. അപ്പം ഈ അച്ഛനമ്മമാരാണ് ഇതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. ഇനി അല്ലെങ്കിൽ കുട്ടികൾ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുട്ടികളെ വിളിച്ചു കൊണ്ടുപോകുന്ന രക്ഷിതാക്കൾ നീക്കാൻ അവിടെ സീരിയൽ തുടങ്ങാറായി. അത് കണക്ഷൻ വിടാൻ പാടില്ല. അപ്പം അങ്ങനെ കുട്ടികളെ ആധ്യാത്മികമായ ജ്ഞാനം ഉണ്ടാക്കേണ്ട ചുമതല നമുക്കുണ്ടെന്ന് ബോധിക്കാഞ്ഞാൽ കുട്ടികൾ നശിച്ചു പോകും. കുട്ടികൾക്ക് ഒന്നും അറിയില്ല, പുരാണങ്ങളൊന്നും അറിയില്ലെന്ന് നമ്മുടെ കുട്ടികൾക്ക്. അതാരാ അറിയിക്കേണ്ടത്? നമ്മുടെ ചുമതല. അതുകൊണ്ട് രക്ഷിതാക്കൾ വളരെ ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് വേണ്ടത് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഈശ്വരൻ്റെ കഥകൾ, കൃഷ്ണൻ്റെ കഥകൾ വർണ്ണിക്കാനായിട്ട് പറഞ്ഞു. അതങ്ങനെ പാടി ഈ കുട്ടിക്ക് കൃഷ്ണനെക്കുറിച്ചൊരു കേട്ട് കൃഷ്ണനെക്കുറിച്ച് ഒരു രൂപം മനസ്സിലുറച്ചു. മാത്രമല്ല, ഇവർ കുട്ടിയെ ചെറുപ്പത്തിലേ പറഞ്ഞ് കുട്ടി കേൾക്കിച്ചില പറയും, ഇവളെ നമുക്ക് കൃഷ്ണന് കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന്. കുട്ടിക്ക് കല്യാണം തന്നെ അറിയില്ല. അപ്പം തന്നെ കൃഷ്ണനാണ് എന്നെ കല്യാണം കഴിക്കാൻ പോകണമെന്ന് ഈ കുട്ടിയുടെ മനസ്സിലുറച്ചു. അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടാക്കി കഴിഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞു, വളർന്നു വലുതായി, ഏതാണ്ട് വിവാഹപ്രായമായപ്പോൾ ഒരാലോചന. രാജാവാകുമ്പോൾ അവിടെ മന്ത്രിസഭയിലൊക്കെ ചർച്ച ചെയ്യണേ. അപ്പോൾ നമ്മുടെ പുത്രിക്ക് വിവാഹപ്രായമായിട്ടുണ്ട്, ആർക്ക് കൊടുക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം എന്ന് ഒരു മഹാരാജാവ് ചോദിക്കുകയാണ്. അപ്പം അവർ പറഞ്ഞു, ഇതെന്താ അത്ര ആലോചിക്കാതെ, എന്നോ തീരുമാനിച്ചിട്ടുള്ള കാര്യമല്ലേ, ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെയാണ് നമ്മുടെ രുക്മിണിക്ക് അനുയോജ്യനായിട്ടുള്ള വരൻ എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി, രാജാവിന് സന്തോഷമായി. പെട്ടെന്ന് രുക്മി എഴുന്നേറ്റ്. 5 ആൺകുട്ടികളുണ്ട് പറയേ, രുക്മി, രുക്മരഥൻ മുതലായിട്ട് 5 ആൾ. അവർ അസുരാംശ സംഭവന്മാർ. അവർക്ക് ഈ കൃഷ്ണനൊന്നും വലിയ ഇഷ്ടമില്ല. അയാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അല്ല എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ഈ കൃഷ്ണന് കൊടുക്കണമെന്ന് പറഞ്ഞത്? എത്ര യോഗ്യന്മാരായ ക്ഷത്രിയന്മാർ ഈ നാട്ടിലുണ്ട്, അതൊക്കെ ഒഴിവാക്കിയിട്ട് എന്തെങ്കിലും ഒരു യോഗ്യത ഈ കൃഷ്ണനുണ്ടെങ്കിൽ തിരക്കില്ല. ചെറുപ്പം മുതലേ മോഷണം ഒക്കെ അത്യപകട കൃഷ്ണൻ്റെ ലീലകൾ. വിദ്യാഭ്യാസം ഉണ്ടോ? 2 മാസമൊക്കെയാണ് ഗുരുകുലത്തിൽ. ഞങ്ങളൊക്കെ വർഷങ്ങളോളം വിദ്യാഭ്യാസം നേടിയവരാ. പിന്നെ യോഗ്യന്മാരായിട്ട് വെറുതെ വഴക്കുകൂടി യുദ്ധം ചെയ്ത് പേടിച്ചിട്ട് ദ്വാരകയിൽ പോയിട്ട് വിളിച്ചിരിക്കുക. ഇങ്ങനെയുള്ള ഭീരുവായ ഒരാൾക്കാണോ ഞങ്ങളുടെ സഹോദരിയെ കൊടുക്കേണ്ടത്? അത് ഞങ്ങൾ സമ്മതിക്കില്ല. യോഗ്യന്മാരായ ആരായാലും വിരോധമില്ല. ഇങ്ങനെ കൊള്ളരുതാത്ത ഒരുത്തന് ഞങ്ങളുടെ സഹോദരിയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ തയ്യാറില്ല. ഞങ്ങൾ 5 ആൾ ജീവിച്ചിരിക്കുമ്പോൾ നടപ്പില്ല അവർ. അച്ഛനാകെ വിഷമായി. എന്തൊരു കഷ്ടമായി, ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ? അപ്പോഴും പറയാം, എൻ്റെ മകളാണ്, ഞാനാണ് തീരുമാനിക്കുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ പറഞ്ഞാൽ അവിടെ കല്യാണം അല്ല ഉണ്ടാവുക, യുദ്ധം ഉണ്ടാവുക. അത് വേണ്ട. എൻ്റെ മകൾ എവിടെ പോയാലും സുഖമായിട്ട് ഇരിക്കട്ടെ. എന്നാൽ ആർക്ക് കൊടുക്കണം എന്നാണ് ഉണ്ണിയുടെ അഭിപ്രായം. അങ്ങനെ ഇല്ലാന്നേ. യോഗ്യന്മാരായ ആർക്ക് കൊടുത്താലും എനിക്ക് വിരോധമില്ല. കൊള്ളരുതാത്ത ഒരുത്തനെ ഞങ്ങളുടെ പെങ്ങളെ കൊടുക്കാൻ പാടില്ല, കൃഷ്ണനെ കൊടുക്കാൻ പാടില്ല. അപ്പോൾ ആരാ ഈ യോഗ്യന്മാരെ ഉണ്ണിയുടെ ദൃഷ്ടിയിൽ? അല്ല, അങ്ങനെ ഇല്ലാന്നേ. ഇപ്പോൾ യോഗ്യന്മാർ എത്ര ക്ഷത്രിയന്മാരുണ്ട്, വീരന്മാർ. അവർക്ക് ആർക്ക്? ഇപ്പോൾ ശിശുപാലൻ, ദന്തവക്രൻ, സാൽവൻ, അയാളുടെ കൂട്ടുകാൾട്രാടികളുടെ പേരൊക്കെ പറയുകയാണേ. ഒക്കെ ആസുര സ്വഭാവമുള്ളവരാണ്. അച്ഛനാകെ വിഷമായി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എന്തെങ്കിലും അടുത്ത് അമ്മലെ ഭേദം ശിശുപാലനാണ്. കുറച്ചൊരു പുരുഷമൊക്കെ ഉണ്ടേ. എന്നാൽ പിന്നെ എവിടെ പോയാലും എൻ്റെ മകൾ സുഖമായിട്ടിരിക്കട്ടെ. എന്നാൽ ശിശുപാലനായാലോ ഉണ്ണി എത്ര നന്നായി. ഇത് അച്ഛന് നേരത്തെ തോന്നേണ്ടതായിരുന്നു. ആ ശിശുപാലനായിട്ട് നമ്മളൊരു ബന്ധം സ്ഥാപിക്കാമെന്ന് വരട്ടെ
എന്താ നമ്മുടെ ഐശ്വര്യം, മാത്രമല്ല വേണമെങ്കിൽ രാജസൂയം വരെ നമുക്ക് നടത്താൻ സാധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ശിശുപാലന് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു എന്നാണ് കഥ, നമുക്കറിയാം. ഉടനെ ഈ വിവരം അറിയിച്ചു, ചേതിരാജ്യത്തേക്ക് ദൂതനെ പറഞ്ഞയച്ചു, ഇങ്ങനെ ഞങ്ങളുടെ പുത്രിയെ ഇന്ന ദിവസം ശിശുപാലന് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വളരെ സന്തോഷമായി ശിശുപാലന്. അതിസുന്ദരിയാണ് രുക്മിണി. അത് മാത്രമല്ല, രുക്മിണിയെ കിട്ടുന്നു എന്നുള്ളത് മാത്രമല്ല, ഈ രുക്മിണിയെ കൃഷ്ണന് കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. അത് മുടക്കിയിട്ടാണല്ലോ ഇപ്പോൾ തനിക്ക് തരുന്നത്. അത് കൃഷ്ണനെ ഒരു പ്രകാരത്തിൽ ജയിക്കലും കൂടിയാണല്ലോ ഇത്. അതുകൊണ്ട് ഒന്നും കൂടെ സന്തോഷമായി. അങ്ങനെ എല്ലാവരും വരണമെന്നൊക്കെ പറഞ്ഞ് വിവരം അറിയിച്ചു. അവർ വളരെ സന്തോഷമായി. എല്ലാവരും വിവാഹത്തിനൊക്കെ തയ്യാറായിട്ട് വന്നു. അപ്പോൾ ഈ അച്ഛനമ്മ ഓരോ കല്യാണം ആലോചിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ്. അച്ഛൻ്റെ കാഴ്ചപ്പാടല്ല, അമ്മയ്ക്ക് അമ്മയുടെ കാഴ്ചപ്പാടല്ല, പിന്നെ ആങ്ങളമാർക്ക് ഓരോരുത്തർക്ക് ശ്രുതമിച്ഛന്തി പിതര ധനമിച്ഛന്തി മാതര ബാന്ധവ കുലമിച്ഛന്തി രൂപമിച്ഛന്തി കന്യക. ശ്രുതമിച്ഛന്തി പിതര, അച്ഛനെ സംബന്ധിച്ച് നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളാവണം എൻ്റെ മകളെ വിവാഹം കഴിക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ. ധനമിച്ഛന്തി മാതര, അമ്മമാർക്ക് അതല്ല, ധാരാളം സമ്പത്തുണ്ടാവണം, നല്ല അമ്മായിയമ്മയ്ക്ക് നല്ല ഓണപ്പടയൊക്കെ കൊണ്ടുതരാനേ നല്ല പണക്കാരനാവണം എന്നാണ്. ബാന്ധവ കുലമിച്ഛന്തി, ബന്ധുക്കൾക്ക് ഉന്നത കുലത്തിൽ നിന്നാവണം. ഇവരൊക്കെ ഞങ്ങളുടെ ബന്ധുക്കളാന്ന് പറയാം, അവർ കേമത്തം. അങ്ങനെയാണ്. രൂപമിച്ഛന്തി കന്യ, പെൺകുട്ടിക്ക് ഇതൊന്നുമല്ല, സുന്ദരനാവണം ഭർത്താവാതാ. നാട്ടുകാർക്ക് ഇതൊന്നുമല്ല, മൃഷ്ടാന്നം ഇതരേ ജന, ആർക്കായാലും വലിയ സദ്യ കേമാവണം, അതാണ് നാട്ടുകാരുടെ. ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ്. ഏതായാലും ആങ്ങളെ പറഞ്ഞു ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നടക്കാൻ പോകണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഏതായാലും സമ്മതിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ രുക്മിണിയോട് ആരോട് ചോദിച്ചിട്ടില്ല, ഇതാണ് എത്ര ബന്ധുക്കളുണ്ടെങ്കിലും അച്ഛനോ അല്ലെങ്കിൽ ആരെങ്കിലും പറയണ്ടേ ഞങ്ങളിങ്ങനെ തീരുമാനിക്കും. അതൊന്നുമില്ല, പണ്ടത്തെ കാലത്ത് അവർ തീരുമാനിക്കാൻ നടപ്പിലാക്കുക, അവരുടെ ഇഷ്ടം പോലെ. രുക്മിണിയുടെ മനസ്സിൽ എപ്പോഴും കൃഷ്ണനാണ് കല്യാണം കഴിച്ചു കൊടുക്കണം. അവിടെ കല്യാണത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തു. അപ്പോഴൊക്കെ രുക്മിണിയുടെ വിചാരം കൃഷ്ണനാണ് തന്നെ ഭരിക്കാൻ പോകേണ്ടതെന്നാണ്. അങ്ങനെ ഈ കല്യാണത്തിൻ്റെ തലേദിവസം കാപ്പ് കെട്ടിക്കാന്നൊരു ചടങ്ങുണ്ട്. അതിന് പുരോഹിതൻ വന്നിട്ട് എന്താ ഇങ്ങനെ ഇരിക്കണം, നാളെ വിവാഹമല്ല എങ്ങനെ ഇരുന്നാൽ മതിയോ, കുളിച്ചു വരൂ, ഇന്ന് വ്രതമാണ്, അതിന് ചില ചടങ്ങുകളൊക്കെ ഉണ്ട്, ഉപവാസമാണ്, നിലത്ത് കിടക്കണം, അങ്ങനെ പല ചടങ്ങുകൾ അതൊക്കെ പറയുകയാണ്. വളരെ യോഗ്യനായിട്ടുള്ള ആളെ ഭർത്താവായിട്ട് കിട്ടിയത് പറയണ്ടല്ലോ, ഇതുപോലൊരു യോഗ്യൻ ഇനി ഈ നാട്ടിൽ വേറെയില്ല, മഹാഭാഗ്യമായി എന്നൊക്കെ പുരോഹിതൻ പറയും. അപ്പോൾ ഒക്കെ രുക്മിണിയുടെ വിചാരം കൃഷ്ണനാണെന്നാണ്. അവസാനം ഞാൻ പറയണ്ടല്ലോ, അറിയാലോ ഇല്ലേ, ശിശുപാലൻ എന്ന് പറഞ്ഞപ്പോൾ ഞെട്ടി രുക്മിണി. ഈ ശിശുപാലനാണോ എന്നെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത്? എൻ്റെ ഈശ്വര, ഇതുവരെ കൃഷ്ണനാണെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു വാക്ക് എന്നോട് ചോദിച്ചില്ലല്ലോ. ഇനി ഞാൻ എന്താ ചെയ്യുക? നാളെയാണ് കല്യാണം, ഞാൻ എന്താ ചെയ്യുക? ആകെ പരിഭ്രമമായി. ഇനിയിപ്പോൾ എന്താ? ഈ കൃഷ്ണന് വിവരം അറിയിക്കെങ്കിലും ചെയ്യായിരുന്നു. അതിന് ആപ്തന വിശ്വസ്തനായിട്ടൊരാൾ വേണ്ടേ. അപ്പോൾ ആരാ ഉള്ളത്? അപ്പോൾ ആപ്തനായിട്ടൊരു ബ്രാഹ്മണനുണ്ട്. തോഴിയെ പറഞ്ഞു വെച്ചാൽ ആ ബ്രാഹ്മണനോടൊന്നും ഇവിടെ വരാൻ പറയും, കൃഷ്ണൻ്റെ അടുത്തേക്ക് ഒരു സന്ദേശം കൊടുത്തയക്കാൻ, വിവരം ഒന്ന് അറിയിക്കുക എന്നുള്ളൊരു ചുമതലയെങ്കിലും വേണമല്ലോ, വരും പോലെ വരട്ടെ. അപ്പോൾ ബ്രാഹ്മണൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ബ്രാഹ്മണൻ അവിടെ ചെന്നിട്ട് രുക്മിണി ചെല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ദ്വാരകയിലേക്ക് പോകാനാവുമല്ലേ, ഞാൻ ഇത് അപ്പം വരാം. അതാ ബ്രഹ്മജ്ഞാനി, അദ്ദേഹത്തിന് അറിയാത്ത അദ്ദേഹം ഈ രുക്മിണി മനസ്സിൽ വിചാരിച്ചത് അദ്ദേഹത്തിന് മനസ്സിലായി. ഞാൻ വരാമെന്ന് പറഞ്ഞ് ബ്രാഹ്മണൻ വന്നു. എന്താ ബ്രാഹ്മണനെ തന്നെ ആദ്യം ഒരാളെ ദൂതനായിട്ട് രുക്മിണി പറഞ്ഞയച്ചിട്ടുണ്ട്. ചിലപ്പോൾ അത് കേട്ടിട്ടുണ്ടാവില്ല. ഇതിൻ്റെയൊക്കെ മുമ്പേ രുക്മിണി കൃഷ്ണൻ്റെ അടുത്തേക്ക് ഒരു ദൂതനെ പറഞ്ഞയച്ചു, തൻ്റെ സ്നേഹം അറിയിക്കാനേ. അപ്പം ആരെ പറഞ്ഞയക്കേണ്ടതെന്ന് ആലോചിച്ചു. ഒരു പുരുഷനെ പറഞ്ഞയച്ചാൽ വിഷമമുണ്ട്. കാരണം ഞാനൊരു സ്ത്രീയല്ലേ, ഒരു പുരുഷനെ ഞാൻ ദൂതനായിട്ട് പറഞ്ഞയച്ചാൽ കൃഷ്ണൻ്റെ തോന്നുന്നപ്പോൾ എന്താ ഇയാളെ പറഞ്ഞയച്ചാൽ ഇയാളും അവളും തമ്മിൽ എന്താ വല്ല ബന്ധം ഉണ്ടായിരിക്കുമെന്ന് സംശയം വരാം. അതുകൊണ്ട് പുരുഷനെ പറഞ്ഞയക്കാൻ വയ്യ. എന്നാൽ ഒരു സ്ത്രീയെ പറഞ്ഞയക്കാമെന്ന് വിചാരിച്ചാലോ ദൂതനായിട്ട്? സ്ത്രീയെ പറഞ്ഞയച്ചാൽ വളരെ വിഷമമുണ്ട്. അവിടെ പോയി കൃഷ്ണനെ കണ്ട് ഭ്രമിച്ചിട്ട് സ്ത്രീ കൃഷ്ണൻ്റെ കൂടി അപ്പോഴും എൻ്റെ കാര്യം നടക്കില്ല. അപ്പോൾ ആരെ ഇപ്പോൾ പറഞ്ഞയക്കുക? സ്ത്രീ ആയാലും വയ്യ, പുരുഷനായാലും ഉണ്ട്. എന്നാൽ പിന്നെ നപുംസകമായിട്ടൊരാളെ അങ്ങനെ പറ്റുന്നു. അങ്ങനെ നപുംസകമിതിജ്ഞാത്വ താം പ്രതി പ്രേക്ഷിതം മന, നപുംസകമായിട്ടൊരാളെ പറഞ്ഞയക്കാൻ, ഒരു നപുംസകമാണ് എന്ന് വിചാരിച്ചിട്ട് മനസ്സിനെ കൃഷ്ണൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു ദൂതനായിട്ട്. മനഃശബ്ദം സംസ്കൃതത്തിൽ പിന്നെ നപുംസകമാണ്. മനസി മനാംസി എന്ന രൂപം, അതായത് നപുംസക ശബ്ദമാണ് മനസ്സ്. അത് പാണിനി പറഞ്ഞിട്ടുള്ള, പാണിനിയുടെ വ്യാകരണമാണല്ലോ. അപ്പോൾ മനസ്സ് നപുംസകമാണല്ലോ, എന്നാൽ കുഴപ്പമില്ല. പുരുഷനെയും പറഞ്ഞയക്കാൻ വയ്യ, സ്ത്രീനെയും പറഞ്ഞയക്കാൻ വയ്യ. അപ്പോൾ നപുംസകം ഇതിന് അതെന്ന് കരുതിയിട്ട് താം പ്രതി പ്രേക്ഷിതം മനസ്സിനെ ഞാൻ കൃഷ്ണൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. തത്രൈവ രമതേ, പോയിട്ടോ മനസ്സ് പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് പോരുന്നില്ല. അതാണല്ലോ ഈ പ്രേമം. അപ്പോൾ അതാ പാണിനിനാവയം, പാണിനി ചതിച്ചു എന്നെ. ഞാൻ നപുംസകാന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ കൃഷ്ണൻ്റെ അടുത്ത് പോയിട്ട് അത് അവിടെ തന്നെ കൂടി. അതായത് മനസ്സിനെ നേരത്തെ തന്നെ കൃഷ്ണനെ ലയിപ്പിച്ചിരിക്കുന്നു. അതാണ് ദൂതൻ. പിന്നെ ഇനി അങ്ങനത്തെ ദൂതൻ പറ്റില്ല. ബ്രഹ്മജ്ഞാനിയായ ഒരാളെ ദൂതനായിട്ട്, അതാ ബ്രാഹ്മണനെ ദൂതനായിട്ട് പറഞ്ഞയക്കാമെന്ന് വിചാരിച്ചു. ദൂതനാകുമ്പോൾ തിരഞ്ഞെടുക്കണം, നല്ല ദൂതനാവണമെങ്കിൽ കാര്യമൊന്നും സാധിക്കില്ല എന്ന് മാത്രമല്ല ചിലപ്പോൾ അപകടമാവും. ദൂതം ചെയ്വ പ്രകൃവീത സർവശാസ്ത്ര വിശാരദം ഇംഗിതജ്ഞം തഥാസഭ്യം ദക്ഷം സത്കുല സംഭവം. ദൂതനായിട്ട് ഒരാളെ അയക്കണമെങ്കിൽ ദൂതം ചെയ്വ പ്രകൃവീത സർവശാസ്ത്ര വിശാരദ, എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ച ഒരാളാവണം ദൂതൻ. പോകേണ്ട സമയം
രാഹുകാലവും ഗുളികകാലമൊക്കെ നോക്കി നല്ല സമയത്ത് ഇറങ്ങണം, നല്ല നാൾ നോക്കി. എന്താ യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ട ഇവ 7 നാൾ വിതയ്ക്കിൽ വിതയാകുമോ യാത്ര പോകിൽ അവൻ വരാം. അപ്പം പൂരം പൂരാടം പൂരിട്ട് അങ്ങനത്തെ നാളുകളിലൊന്നും പറഞ്ഞയക്കാൻ പറ്റില്ല. അത് അറിയുന്ന ആളാവണം, ശകുനശാസ്ത്രം അറിയുന്ന ആളാവണം, സർവ്വശാസ്ത്ര വിശാര ദൂതൻ എല്ലാ ശാസ്ത്രവും അറിയണം. ഒരു യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ ശകുനം കണ്ട അതിൻ്റെ ഫലം വളരെ കറക്റ്റാവും. അപ്പോൾ അതുകൊണ്ട് നല്ല ശകുനമാണെങ്കിലേ പോകാവൂ, അതറിയണം. എല്ലാ ശാസ്ത്രവും പഠിച്ച ഒരാളാവണം ദൂതൻ. ഇംഗിതജ്ഞം, ഈ രുക്മിണിയുടെ മനസ്സിൽ എന്ത് വിചാരിച്ചു അത് അദ്ദേഹത്തിന് അറിയാം. അതാണല്ലോ പറഞ്ഞപ്പോൾ തന്നെ എന്താ ദ്വാരകയിലേക്ക് പോകണമല്ലേ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞല്ലോ. സഭ്യം, നല്ല സംസ്കാരശുദ്ധിയുള്ള ആളാവണം, ദക്ഷം സമർത്ഥനാവണം, സത്കുല സംഭവം ഉന്നത നല്ല കുലത്തിൽ ജനിച്ച ആളാവണം. ഇങ്ങനെയൊക്കെ തിരഞ്ഞെടുത്തിട്ട് വേണം ഒരു ദൂതനെ പറഞ്ഞയക്കാൻ. സുന്ദരശ്ച കുലീനശ്ച വിനയീച്ച നിരാമയ സുപ്രസന്നശ്ച ദൂതശ്ചേത് പൃഷ്ടാ സുഖമവാപ്ന. സുന്ദരനാവണം, കുലീന തറവാടിയാവണം, വിനയമുള്ള ആളാവണം, നിരാമയ രോഗമില്ലാത്ത ആളാവണം, പ്രസന്നമുഖനാകണം. ഇങ്ങനെയൊക്കെയാണ് ദൂതൻ എന്ന് വന്നാലേ കാര്യം സാധിക്കുള്ളൂ. ദൂതനെ ഒരു ദിക്കിലേക്ക് പറഞ്ഞയക്കുമ്പോൾ കാണുമ്പോൾ തന്നെ ആ വീട്ടുകാരനെ എഴുന്നേറ്റ് നിൽക്കണം, ആരായ മനസ്സിലായ യോഗ്യനായിട്ടൊരു ആളാണല്ലോ, അങ്ങനത്തെ ആളെ ദൂതനായിട്ട് പറഞ്ഞയക്കാവും. നേരെ മറിച്ച് അവിടുന്ന് തമിഴ്നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ജോലിക്ക് വന്ന ഒരുത്തനെ ദൂതനായിട്ട് പറഞ്ഞയച്ചാൽ ചില വീട്ടിൽ കയറ്റില്ല, നായനെ അഴിച്ചു വിടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ദൂതന്മാരെ പറ്റില്ല. വിനയം ഉണ്ടാവണം, വിനയമുള്ള ആളാവണം. അവിടെ പാലക്കാട് പോയിട്ട് അദ്ദേഹത്തിന് എനിക്ക് അത്യാവശ്യം ഒന്ന് കാണണമെന്ന് പറയും, തന്നോട് അവിടെ ചെല്ലാൻ പറഞ്ഞു എന്നൊക്കെ ദൂതൻ പറഞ്ഞ ഇവനാര എന്നോട് പറയാൻ വിനയമായിട്ട് പെരുമാറാൻ അറിയണം. നിരാമയ രോഗമില്ലാത്ത ആളാവണം. വയറുവേദനക്കാരനെ ദൂതനായിട്ട് പറഞ്ഞയക്കാൻ പറ്റില്ല. പാലക്കാട് പോയിട്ട് ഇന്ന് തന്നെ പോകണം, അദ്ദേഹം നാളെ രാവിലെ എവിടെ പോവാം, വന്ന് പോയിട്ട് ഇന്ന് തന്നെ അയാളെ കണ്ടിട്ട് വിവരം പറയണമെന്ന് പറഞ്ഞയച്ചു ദൂതനെ. വയറുവേദനക്കാരനാണ്. അയാൾ ബസ്സിലെത്തി തൃശ്ശൂർ കഴിഞ്ഞ് വടക്കാഞ്ചേരി എത്തിയപ്പോൾ വയറ് വേദനിച്ചിട്ട് നിലവിളി ബഹള ആളുകളൊക്കെ കൂടി ബസ് അവിടെ നിർത്തി ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. എന്നിട്ട് ബസ്സുകാർ പോയി. ഇയാൾ 2 ദിവസം കഴിഞ്ഞ് കുറച്ചൊക്കെ സുഖമായിട്ടാണ് പിന്നെ പാലക്കാട്ടേക്ക് പോകുന്നത്. അപ്പോഴേക്ക് അയാളെ എത്തേണ്ട സ്ഥാനത്ത് രോഗിയായിട്ടുള്ള ഒരാളെ പറഞ്ഞയക്കാൻ പാടില്ല. നിരാമയ സുപ്രസന്ന മുഖ പ്രസന്നവതനായിരിക്കണം. ഇങ്ങനെയുള്ള ദൂതനെ വേണം പറഞ്ഞയക്കാൻ. അതുമാതിരി ചില ദൂതന്മാരെ പറഞ്ഞയക്കാൻ കൊള്ളില്ല. പ്രശ്നവാദി ഗുരുർ മൗനി കിമേക സ്തംഭമൂലക പ്രേഷകോ ബാണ സപ്തൈതേ സജീവാദ്. ഈ 7 വിധത്തിലുള്ള ആളുകളെ പറഞ്ഞയക്കാൻ കൊള്ളില്ല. പ്രശ്നവാദി, നീ പാലക്കാട് പോയിട്ട് അപ്പൂട്ടൻ നായർ ഇന്ന് കാണണം അത്യാവശ്യമായിട്ട്. അതിപ്പോൾ ഞാൻ ഇപ്പം ഇന്ന് പോയി അയാൾ ഉണ്ടാവുന്ന എന്താ ഉറപ്പ്? 100 ചോദ്യങ്ങൾ. അയാളെ പറഞ്ഞയക്കാൻ പറ്റില്ല. അയാൾ പറഞ്ഞതനുസരിക്കല്ല 100 ചോദ്യം. പ്രശ്നവാദി ഗുരു, ചിലപ്പോൾ ഗുരുനാഥൻ്റെ മര്യാദ അതൊക്കെ എനിക്കറിയാം, വേണ്ട സമയത്ത് ഞാൻ പൊക്കോളാം, നമ്മളെ ഇങ്ങോട്ട് പഠിപ്പിക്കുക. അയാളെയും പറ്റില്ല. മൗനി, പറഞ്ഞാൽ ഒന്നും മിണ്ടില്ല. ഇയാൾ പോവുന്നോ പോവില്ല എന്ന് നമുക്കറിയില്ലയോ. മേഘ, ഒരാളെ ഞാൻ പോവാം എന്നാൽ പൊക്കോടഞ്ഞ് വേഗം പോയി ഇപ്പം തന്നെ പോയി കൊന്നാലേ ബസ് കിട്ടുള്ളൂ. അല്ല ഞാൻ പോവാൻ തയ്യാറ്, നെടുന്താ പോവാത്തത്? അല്ല ഞാൻ ആരെങ്കിലും കൂടെ ഒരാൾ രസത്തിന് യാത്രയ്ക്ക് ഒരാളും ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ പോവാം? എന്നാൽ പിന്നെ മറ്റേ ആളെ പറഞ്ഞയച്ചാൽ പോരെ. ആ ഒറ്റയ്ക്ക് അയാൾക്ക് പോകേണ്ട സുഖത്തിനൊരാളും കൂടെ വേണം. അയാളെ പറഞ്ഞയക്കാൻ പറ്റില്ല. സ്തംഭമൂലക, വേറെ ചിലരെ വിളിച്ചാൽ ഇവിടെ ഒരു കാര്യം പറയട്ടെ വേണം, തൂണിൻ്റെ മറവിൽ നിൽക്കും. നീയൊന്നും ഇങ്ങോട്ട് മാറി നിൽക്കുക, ഞാൻ എൻ്റെ മുഖം കാണട്ടെ. നീ അയാൾക്ക് പോവുന്നോ പോവില്ല എന്നെന്താ? അയാൾ മാറി നിൽക്കാൻ പറഞ്ഞാൽ അയാൾ മറ്റേ തൂണിൻ്റെ മറവ് പോയിട്ട് നിൽക്കും. അയാളെ എപ്പോഴും ഇറങ്ങാൻ പറ്റില്ല. സംഭവം പോലെ പ്രേക്ഷകോ വേറെ ചിലർ അത്യാവശ്യമായിട്ട് 3:30 മണിക്ക് ഒരു മെയിലുണ്ട്, അതിൽ തന്നെ പോകണം, ഈ കത്ത് അത്യാവശ്യം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തയച്ചു. ഓ ശരി പറഞ്ഞു. പോകുമ്പോൾ വഴിയിലൊരു കൂട്ടുകാരൻ എവിടേക്ക് ടൗണിലേക്ക് എന്നാൽ ഈ കത്തൊന്ന് പോസ്റ്റ് ചെയ്യാം. അയാൾക്ക് കൊടുത്തു. ഏച്ചുകൂട്ടി പറഞ്ഞയക്കാം. അയാളത് വാങ്ങി പോക്കറ്റിട്ട് വീട്ടിൽ പോയി. അയാൾക്ക് ഇതൊന്നും ഓർമ്മയില്ല, അത്യാവശ്യമായിട്ട് പോകേണ്ടത്. പിറ്റേ ദിവസം ഭാര്യ ഷർട്ട് തിരുമ്പാൻ എടുത്തപ്പോഴാണ് ഏതായി കല്യാണി കൂട്ടി ഒരു കത്ത്. അത് നനയും ചെയ്തു. എന്നിട്ട് ബഹളായി ഭാര്യയും ഭർത്താവ്. ആലോചിച്ച് അയാൾക്ക് അന്തം കിട്ടണില്ല. നിങ്ങളങ്ങനെ വേഷം കിട്ടുമെന്ന് വേണ്ട, എനിക്ക് അറിയാം നിങ്ങളുടെ സ്വഭാവം. ഭാര്യയും ഭർത്താവും വഴക്കായി. അവസാനമാണ് ഇയാൾ കത്ത് പോസ്റ്റ് ചെയ്യാത്തതാണ്. ഈ ഏച്ചുകൂട്ടി പറഞ്ഞയക്കുന്ന ആളെ ദൂതനായിട്ട് പറഞ്ഞയക്കാം. പ്രേക്ഷകോ ബാണ, വേറെ ചിലർ പറയേണ്ട താമസം അമ്പ് പോലെ പോവും. പാലക്കാട്ട് നാളെ അതിരാവിലെ നീ പോകണട്ടോ പോവാന്ന് പറഞ്ഞു. രാവിലെ ഇട്ട് നോക്കുമ്പോൾ ആളെ കാണാനില്ല. ഉച്ചയ്ക്കുണ്ട് വരുന്നു. അപ്പം നീ എവിടെ പോയത്? അല്ല പാലക്കാട് പോകണമെന്നല്ല. അപ്പോൾ പാലക്കാട് എന്തിനാ ചോദിക്കാൻ പറഞ്ഞു. അതിനാ വന്നത്. പോയിട്ടും കിടന്ന വന്നു. കേൾക്കുമ്പോഴേക്കും അയാളെയും പറ്റില്ല. ഇങ്ങനെയുള്ള ആളുകളെ എങ്ങനെയുള്ള ആളാവണമെന്നുണ്ട്? യഥോക്തകാരി ദൂതസ്യാത് ദേശഭാഷാ വിശാരദ. യഥോക്തകാരി, നമ്മൾ പറഞ്ഞത് അതേപോലെ മറുവശത്ത് പോയിട്ട് പറയണം. അങ്ങനത്തെ ആൾ വേണം. ദേശഭാഷാ വിശാരദ, ആ നാട്ടിലുള്ള ഭാഷയും പരിചയവും ഉണ്ടാകണം. നമ്മളിവിടെ പറഞ്ഞത് തന്നെ അവിടെ വാര്യത്ത് പോയിട്ട് ഒരു കൊട്ട തേങ്ങ തരാൻ പറയുമെന്ന് പറഞ്ഞു. ഇവനവിടെ കേട്ടോ വാരസ്യാരെ ഒരു കൊട്ട തേങ്ങ തരാൻ പറഞ്ഞു. അപ്പോഴാ ശ്വാസം വിട്ടത്. ഇവിടെ ഒരു കൊട്ട തേങ്ങയൊന്നുമില്ല രാമൻകുട്ടിയെന്ന് പറഞ്ഞു. അവിടെ ഇല്ലയെന്നാ വാരസ്യാർ. ഇഷ്യത്തെ ഒരു കൊട്ട തേങ്ങ ഇല്ലാന്നോ? അമ്മ ചേട്ടൻ എന്താ വാരസ്യാരെ ഒരു കൊട്ട തേങ്ങ ഇല്ല? ഒരു കൊട്ട തേങ്ങ അവൻ ഒരു കൊട്ട തേങ്ങ തരണമെന്നാ പറഞ്ഞത്. കൊട്ട തേങ്ങ തന്നെ പറഞ്ഞു. കൊട്ട നിന്നിട്ട് പിന്നെ ശ്വാസം വിട്ട് കുറച്ച് മുളക് കുടിച്ചു. അപ്പോൾ കാര്യം അതാണ് പറഞ്ഞതുപോലെ തന്നെ പറയണം. ദേശഭാഷ, ആ നാട്ടിലെ ഭാഷ പരിചയമാണ്. അപ്പോൾ തിരുവനന്തപുരത്തും പാലക്കാടും തൃശ്ശൂരൊക്കെ ഭാഷ വേറെയാണ്. ആ ഭാഷ പരിചയമുള്ള ആളാവണം. ഒരാൾക്ക് കാശ് കടം കൊടുത്ത് കടമായി ഉണ്ട്, തിരിച്ചു ചോദിക്കാൻ അയാൾ വരും. അപ്പോൾ ഞായറാഴ്ച വരാമെന്നാണ് പറഞ്ഞത്. നീ പോയിട്ട് പറയാം ഞായറാഴ്ച വരണ്ട,
തിങ്കളാഴ്ച കൊടുക്കാമെന്ന് പറയും. അയാൾ വന്നിട്ട് പിന്നെ കാശില്ല പറഞ്ഞാൽ അയാൾക്കൊരു വിഷമാവില്ലേ? അപ്പോൾ ഒരു ദൂതനെ പറഞ്ഞേക്കുന്ന ഞായറാഴ്ച വരണ്ട, തിങ്കളാഴ്ച വരാൻ പറയുമെന്ന് പറഞ്ഞു. യവൻ അവിടെ ചെന്നിട്ട് ഷണ്ടയ്ക്ക് വര വേണ്ട, മണ്ടയ്ക്ക് കൊടുപ്പേ. സൺഡേക്ക് വര വേണ്ട, മണ്ടയ്ക്ക് കൊടുക്കുന്ന കാശ് കൊടുത്തതും പറയാൻ മണ്ടയ്ക്ക് കൊടുക്കുക. അപ്പോൾ ഈ പറയുന്നത് അതാ ദേശഭാഷ, ആ നാട്ടിലെ ഭാഷയൊക്കെ പറയും. അങ്ങനെയുള്ള ദൂതനെ വേണം പറഞ്ഞയക്കാൻ. ഏതായാലും ബ്രഹ്മജ്ഞാനിയായ ഇയാളെയാണ് ദൂതനായിട്ട് പറഞ്ഞയച്ചു. അവിടെ ബ്രാഹ്മണൻ ചെന്നു. അപ്പോൾ ഒരു ദൂതനെ എങ്ങനെയാവണം? ബ്രാഹ്മണൻ അവിടെ ചെന്നപ്പോൾ ദ്വാരകയിലേക്കാണ്. ബ്രാഹ്മണൻ ആ യോഗശക്തി ഉള്ളത് കൊണ്ട് ദ്വാരകയിൽ ചെല്ലാൻ പറ്റി. ബ്രാഹ്മണനത് കണ്ടപ്പോൾ അധികാരി കടത്തി വിട്ടു. ഭഗവാൻ അവിടെ തന്നെ സഭയിൽ സഭാമണ്ഡപത്തിലിരിക്കേണ്ട അവിടെ ബ്രാഹ്മണൻ അവിടെ ചെന്നു. ബ്രാഹ്മണൻ ചെന്നപ്പോൾ ഭഗവാൻ എഴുന്നേറ്റ് വേണ്ടതുപോലെ സൽക്കരിച്ചു. അതിഥികളെ സൽക്കരിക്കണം. അതിഥി ദേവോഭവാന. അതും ബ്രാഹ്മണനാണെങ്കിൽ പറയാൻ വേണ്ട. ഭഗവാൻ പീഠത്തിൽ നിന്ന് എഴുന്നേറ്റ് വേണ്ടതുപോലെ സൽക്കരിച്ച് ഇരുത്തി പാദശുശ്രൂഷയൊക്കെ ചെയ്തു. അദ്ദേഹത്തിന് വേണ്ട ഭക്ഷണമൊക്കെ കൊടുത്തു. അങ്ങനെയാണ് അങ്ങനെ പറ്റുന്ന ഒരു ദൂതനെ വേണം പറഞ്ഞയക്കാൻ. ആ അതിഥി ദേവോഭവ, അതിഥിയെ എങ്ങനെ അതിഥിയോട് എങ്ങനെ പെരുമാറണമെന്ന് ഭഗവാൻ കാണിച്ചു തരാണ്. എത്ര യോഗ്യനാണെങ്കിലും ഒരു അതിഥി വീട്ടിൽ വന്നാൽ നമ്മൾ എഴുന്നേൽക്കണം. അവരെ വേണ്ടതുപോലെ സൽക്കരിച്ചിരുത്തണം. അവരോട് വേണ്ട കുശലങ്ങളൊക്കെ ചോദിക്കണം. എന്നാലേ ആ കാര്യങ്ങളൊക്കെ സാധാവും. അതുകൊണ്ട് അതിഥിയെ എങ്ങനെ നമുക്കറിയാതെ അതിഥിയെ വേണ്ടത്. അതിഥി പറഞ്ഞ തിഥി നോക്കാതെ വരുന്ന ആളാണെന്നർത്ഥം. ഇന്ന ദിവസം ഞായറാഴ്ച ഞങ്ങളങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വിരുന്ന് വന്നാൽ അവർ അതിഥികളല്ല. അവർ വരുന്നറിയാം. അവർക്ക് പ്രത്യേകം പലഹാരവും കറികളും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതറിയില്ലെന്ന്. രണ്ടാൾക്കുള്ള ഭക്ഷണമേ പാകം ചെയ്തിട്ടുള്ളൂ. പെട്ടെന്ന് മൂന്നാമതൊരാൾ കയറി വന്ന ആൾ അതിഥിയാണ്. അയാൾ വരുന്നറിയില്ല. ഈ രണ്ടാൾക്കുള്ള ഭക്ഷണം മൂന്നാളും കൂടെ കഴിച്ചു. അപ്പോൾ നമുക്കൊന്നും ചിലവായിട്ടില്ല. അതിഥിയെ സൽക്കരിച്ചു എന്നുള്ള പുണ്യവും കിട്ടും. നമുക്കറിയാതെ നമ്മളിപ്പോൾ ഒരു വീട്ടിലൊരു അതിഥി വന്നാൽ നമ്മൾ ആഹാരം കഴിച്ചില്ലെങ്കിലും അതിഥിയെ തൃപ്തിപ്പെടുത്താറുണ്ടല്ലോ. അത് നമ്മുടെ രക്തത്തിലുണ്ട്. അതിന് ശാസ്ത്രമൊന്നും പഠിക്കണ്ട. നമുക്കറിയാതെ ചിലപ്പോൾ ഉച്ചയ്ക്ക് വെച്ച ചോറ് കുറച്ച് ബാക്കിയുണ്ടാവും. ഭാര്യ അതെ വെക്കണം, എനിക്ക് വലിയ വിഷമം, ഒരാൾക്കുള്ള ചോറുണ്ട്, അതുകൊണ്ട് രണ്ടാൾ കഴിച്ചാൽ പോരെ, വെക്കാം, ആക്കെ മതിയെന്ന്. ഇനിയിപ്പോൾ ആദ്യം വെച്ചുണ്ടാക്കണം വേണ്ട പറഞ്ഞാൽ ഒരാളുടെ ചോറുണ്ട് രണ്ടാൾ കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നു. 8:30 മണിയായപ്പോൾ അതാ ഗേറ്റ് തുറക്കണം. ശബ്ദം ഒരു വിരുന്നുകാരൻ വരുന്നു. ഇനി എന്താ ചെയ്യുക? ആകെ ഒരാൾക്കുള്ള ചോറുണ്ട് രണ്ടാൾ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഭാര്യ അകത്തേക്ക് വിളിച്ചു, അതേ ഒന്നും ഇങ്ങോട്ട് വരുമോ? വെക്കണമെങ്കിൽ വയ്ക്കാത്ത വിഷമമൊന്നുമില്ല, കുറേ നേരം പിടിക്കാമല്ലോ, എനിക്ക് തീരെ വിശപ്പില്ല, ഇനിയിപ്പോൾ ആദ്യം വെച്ചുണ്ടാക്കേണ്ട കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് വിശപ്പില്ല എന്നാണ് സ്ത്രീ പറയണത്. അതൊക്കെ മതിയെന്ന്. അതുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ വേഗം വന്ന ആളോട് കൈ കഴുകാൻ പറഞ്ഞു. ഭക്ഷണം കഴിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞു. അയാൾ കൈ കഴുകി വന്നിരുന്നു. ഈ സ്ത്രീ എന്ത് ചെയ്തു? ഒരാളുടെ ചോറുള്ളൂ, അതുകൊണ്ട് 3/4 ഭാഗം ചോറ് വന്ന ആൾക്ക് വിളമ്പി, 1/4 ഭാഗം ഭർത്താവിനും വിളമ്പി. അങ്ങനെയാണല്ലോ അതിൻ്റെ സമ്പ്രദായം. അപ്പോൾ വന്ന ആൾ ആലോചിക്കണം, ഞാൻ ആ സമയത്താണ് വന്നത്, പെട്ടെന്നാളല്ലേ. എന്നാലും ചിലർ ഇതെന്താ ഇദ്ദേഹത്തിന് ഇത്ര കഷ്ടി വളരെ കുറച്ച് ചോറ് വിളമ്പി, അത് ചോദിക്കും. അപ്പോൾ അമ്മമാർക്കറിയാം എൻ്റെ സൂത്രം. ആവു കഴിക്കില്ല, അതിപ്പോൾ നിങ്ങളുള്ളതുകൊണ്ട് ഭക്ഷണമൊക്കെ വളരെ മോശം, അവിടെ ഇല്ല ഭക്ഷണമേ, അത് കഥ വേറെ. അങ്ങനെയൊക്കെ അതിൻ്റെ സമ്പ്രദായം ഉണ്ട്. അത് ഇരിക്കുമ്പോൾ രണ്ടാളും കൂടി ഇരുന്ന് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇയാൾക്ക് കേമത്തം കാണിക്കാൻ കുറച്ചും കൂടെ ചോറ് കൊടുക്കുക, കുറച്ചും കൂടെ സാമ്പാർ കൊടുക്കുമ്പോൾ എന്ത് കൊടുക്കണം, ഉള്ളതൊക്കെ വിളമ്പി കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് കലി കയറുകയാണ്. പക്ഷെ കൊടുക്കുക. അപ്പോൾ അയാൾക്ക് വേണ്ട പറയേണ്ട, ദേവാധീനം വേണ്ട പറ, കുറച്ചും കൂടെ വിളമ്പാ, വേണ്ട മറ്റേ ആൾ വേണ്ട അവന് രക്ഷപ്പെട്ടു. വേണ്ടാന്ന് പറഞ്ഞില്ലെങ്കിൽ അമ്മമാർക്ക് അറിയാൻ സൂത്രം, അകത്തേക്ക് പോകും കൊണ്ടുവരാം. പിന്നെ ആൾ അരമണിക്കൂറിന് കാണില്ല. അപ്പോൾ ഇയാൾ നീട്ട് പൊക്കോളും. ഇയാൾ ഊണ് കഴിച്ച് പോയിട്ട് പിന്നെയാണ് ഭാര്യയും ഭർത്താവും കൂടെ യുദ്ധം. നിങ്ങൾക്കറിയില്ല, ഉള്ളതും ഞാൻ മുഴുവനെ വിളമ്പി, പിന്നെ നീ അത് കൊണ്ടുപോകും, ഞാൻ എന്ത് കുന്താൻ കൊണ്ടുവരാം, ഞാൻ എത്ര തവണ നിങ്ങളുടെ കാലുമ്പ് ചവിട്ടി. അപ്പോൾ മേശപ്പുറത്താണോ ചെരുപ്പിട്ടിട്ട് ചവിട്ടാൻ മിണ്ടാണ്ടിരിക്കുന്നത്. നീ ചവിട്ടിയോ? അതന്നെയാണ് അയാൾ വേണ്ടോ പറഞ്ഞ് നിലവിളിച്ചിരുന്നത്, കാല് മാറി. അപ്പോൾ മേശപ്പുറത്ത് ഊണാകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം നമ്മളെ. അതുകൊണ്ട് അതിഥികളെ സൽക്കരിക്കുക എന്നുള്ളത് നമ്മുടെ രക്തത്തിലുണ്ട്. അതിഥി പറഞ്ഞാൽ അഗ്നിക്ക് തുല്യമാണത്രേ. ആ അതിഥിയെ വേണ്ടതുപോലെ സൽക്കരിച്ചിട്ടില്ലെങ്കിൽ ഈ ഗൃഹസ്ഥൻ ഇന്ന് വരെ ചെയ്ത പുണ്യം മുഴുവൻ ദഹിച്ചു പോകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ കഴിക്കാതെ അതിഥികളെ സൽക്കരിക്കുന്ന ഒരു സമ്പ്രദായം. ഏതായാലും ഭഗവാൻ വേണ്ടതുപോലെ സൽക്കരിച്ചിരുത്തി വിവരങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ സൽക്കരിച്ചിരിക്കുകയാണ്. ഈ അതിഥികളെ മാത്രമല്ല, അതിഥികളെ സ്വീകരിച്ച് സൽക്കരിച്ച് അവരെ യാത്ര അയക്കുമ്പോൾ പഠിക്കലേറ്റ് ചെല്ലുക, അതൊക്കെ ഒരു ചടങ്ങുണ്ട്. അതൊക്കെ നമുക്കറിയാതെ. എന്നാൽ ശരി പോയിട്ട് വരൂട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ കസാലയിൽ ഇരിക്കാലേ വേണ്ട, അതിഥിയെ യാത്രയാക്കി പഠിക്കലേറ്റം പോയി. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ സമ്പ്രദായം. അപ്പോൾ ആ അതിഥി വന്നാൽ നമ്മൾ എഴുന്നേറ്റ് അദ്ദേഹത്തിന് പീഠം കൊടുത്ത് ഇരുത്തണം. അതറിയാഞ്ഞാൽ കുഴപ്പമില്ല. രാവണനൊക്കെ അബദ്ധം പറ്റി. നാരദർ വന്നപ്പോൾ എഴുന്നേറ്റില്ല, പീഠം കാലുകൊണ്ട് നിരക്കി കൊടുത്തു പറയാം നാരദരോടെ. നാരദർ വിചാരിക്കും അത്രയ്ക്ക് കയ്യല്ലേ നെയ്യേ, ഒരു അതിഥി വന്നാൽ എഴുന്നേറ്റ് നിൽക്കണമില്ല, കാലുകൊണ്ട് പീഠം നീക്കിക്കൊണ്ട് ഇരിക്കാൻ പറഞ്ഞു. ഒന്നും മിണ്ടിയില്ല. നാരദരെ മനസ്സിൽ വെച്ചു. പിന്നെ എന്തൊക്കെ വിശേഷം ചോദിച്ചു. അല്ല ഒന്നുമില്ല, എല്ലാ ദിക്കിലും അങ്ങയുടെ കീർത്തി മാത്രമേ ഉള്ളൂ, എവിടെ ചെന്നാലും രാവണനെ കുറിച്ചുള്ള നല്ല അഭിപ്രായം. രാവണന് വലിയ സന്തോഷമായി. പിന്നെ ദുർലഭം ചില മന്ദബുദ്ധികളെ എന്തെങ്കിലും സാരല്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ. അപ്പോൾ ആരോ എന്തോ പറയും, ആരാ പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ, അല്ല ഞാൻ അത് പറയാനാ വന്നത്, പക്ഷേ എങ്ങനെ ഞാൻ അങ്ങയുടെ മുഖത്ത് നോക്കി പറയാം, അപ്പോൾ ഗൗരവമുള്ള വിഷയം എന്തായാലും പറയൂ എന്ന് പറഞ്ഞപ്പോൾ നാരദർ പറഞ്ഞു, ഒരുത്തൻ ബുദ്ധിയില്ലാത്തതുകൊണ്ടാണ്, പക്ഷേ
അങ്ങനെ പറഞ്ഞാൽ നാളത് നാലാളെ അറിയൂ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഒരാൾ ആരാതെ പുല്ലും ദശാസ്യനും തുല്യവും എനിക്കെന്നു എന്നു ചൊല്ലൂ അവൻ തടവില്ല ശിവ ശിവ ശിവ. ഒരു പുല്ലും ദശാസനും രാവണനും എനിക്ക്, അതായത് രാവണനെ എനിക്ക് പുല്ല് വിലയാണെന്ന് അവൻ പറഞ്ഞു. ആരെ? ബാലിയെ കൊണ്ടാ പറയണതേ. സാരമില്ലെങ്കിലും ഇത്തരം അഹങ്കാരമുണ്ടാകയാൽ സത്വരം പാരം പ്രസിദ്ധമായി തീരുന്നതിന് മുമ്പേ കാര്യമവനോടു ശൗര്യം വസിക്കണം. സാരമില്ല, പോട്ടെ, വിവരമില്ല. പക്ഷെ നാളത് നാലാറ് ആളറിയേ. അതുകൊണ്ട് അവനൊരു പാഠം പഠിപ്പിക്കണം. രാവണന് കിട്ട് കലി കയറി എന്ത് ഒരുത്തൻ എന്നെ പുല്ല് വിലയെന്ന് പറയാ. എവിടെ അവൻ? അവിടെ കാണിച്ചു തരുമെന്നാണ്. അല്ല, അതന്നെ ഞാൻ അതിനാ വന്നത്. അങ്ങനെയായിട്ട് വെറുതെ വിട്ടാലും പറ്റില്ല. നാളത് ലോകം മുഴുവൻ അറിഞ്ഞാൽ മോശമല്ലേ. ചിത്രമാഹോ നമുക്കൊരു ശത്രുവുണ്ടായതും ചിത്തമതിൽ ഓർക്കുന്നേരം സത്രപനാകുന്നു. എനിക്കൊരു ശത്രു ഉണ്ടായെന്ന് അറിയുമ്പോൾ തന്നെ ലജ്ജാവാണ്. ആരാ ഞാൻ? മത്തദിഗ്ഗജങ്ങളുടെ മസ്തകം പിളർക്കും മൽക്കര ബലം തടുപ്പാൻ മർക്കടൻ ആളാമോ. ദിഗ്ഗജങ്ങളുടെ മസ്തകം അടിച്ചു പിളർക്കുന്ന എൻ്റെ കരബലത്തെ തടുക്കാൻ ഒരു വാനരനോ? എവിടെ അവൻ? ഇപ്പം തന്നെ അവനെ പിടിച്ചുകൊണ്ടിരാ. നാരദര് ബാലിയോട് നേരത്തെ പറഞ്ഞിട്ടാ പോന്നിട്ടുള്ളത്. എന്നിട്ട് കൊട്ടി കൊണ്ടേ കാണിച്ചു, അതാ ബാലി. ആ മലയുടെ മുകളിലല്ല, മലയല്ല, അതന്നെ ബാലി. അങ്ങനെ ബാലിയുടെ വാലുമ്പ് കൊണ്ടേ കുടിക്കാലോ രാവണനെ. കാരണം നാരദർ വന്നപ്പോൾ പീഠം കാലുകൊണ്ട് നീക്കി കൊടുത്തു. അതിഥികളെ വേണ്ടതുപോലെ സൽക്കരിക്കാത്തത് അഹങ്കാരം കൊണ്ടല്ലേ. അപ്പോൾ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് വിചാരിച്ചു നാരദർ. അങ്ങനെയാണ് കഥ. അപ്പോൾ എന്താ വെച്ചാൽ അതിഥികളോട് പെരുമാറാൻ അറിഞ്ഞിരിക്കണം, വേണ്ട പോലെ സൽക്കരിച്ചു. എന്തൊക്കെ വിശേഷം എന്ന് ചോദിച്ചോ പറഞ്ഞു, ഞാനൊരു ദൂതനായിട്ട് വരും, രുക്മിണിയുടെ ദൂതനായിട്ട് വരികയാണ് എന്ന് പറഞ്ഞു. ആ എന്താ ദൗതനായിട്ട് എന്താ പറയണത്? അപ്പോൾ ഞാൻ രുക്മിണിയുടെ വാക്കിൽ തന്നെ പറയാമെന്ന് പറഞ്ഞിട്ട് രുക്മിണിയുടെ കാര്യങ്ങൾ ശ്രുത്വാ ഗുണാൻ ഭുവന സുന്ദര ചുണ്ണതാന്തേ നിർവിശ്യ കർണവിവരൈ ഹരതോങ്കതാപം രൂപം ദൃശാം ദൃശിമതാം അഖിലാർത്ഥലാഭം ത്വയ്യ അച്യുതാ വിശതി ചിത്തമപത്രപമ്മേ. ഭഗവാനെ, അങ്ങയുടെ കഥകൾ കേട്ട് 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 ശ്രുത്വാ ഗുണാൻ ഭുവനസുന്ദര, ആ ഭുവനസുന്ദരനായ ഹേ ഭഗവാൻ, അങ്ങയുടെ കഥകൾ കേട്ട് കേട്ട് എൻ്റെ മനസ്സ് അങ്ങയിൽ ആകൃഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങയല്ലാണ്ട് എനിക്ക് വേറൊരാളെ വിവാഹം കഴിക്കാൻ നിവൃത്തിയിൽ. എൻ്റെ ഹൃദയത്തിൽ അങ്ങ് ആവാസം ഉറപ്പിച്ചിട്ടുണ്ട്. ഇത് അറിയിക്കേണ്ട ഒരു ചുമതല. അറിയിക്കാൻ മടിയുണ്ട്, പക്ഷെ എന്നാലും അറിയിക്കാതെ കണ്ട് വയ്യല്ലോ എന്ന് വിചാരിച്ചിട്ട് പറയാതിരിക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ പറയാൻ പാടുണ്ടോ ചോദിച്ചാൽ, ക്ഷത്രിയ കന്യകയല്ലേ ഞാൻ? യോഗ്യനായിട്ടുള്ള ഒരു വരനെ സ്വീകരിക്കുന്നത് അച്ഛനമ്മമാർക്ക് അപമാനമല്ല, അഭിമാനത്തിന് കാരണമാണെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് അങ്ങയെ അറിയിക്കേണ്ട ഒരു ചുമതല എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ അറിയിക്കുകയാണ്. കാരണം അങ്ങ് എല്ലാം കൊണ്ട് കാത്വാമുഹുന്ത മഹതീ കുലശീലരൂപ വിദ്യാവയോ ദ്രവിണധാമഭിരാത്മതുല്യം ധീരാപതിയും കുലവതി ന ഗൃഹീത കന്യ. ഈ എല്ലാ യോഗ്യതയും തികഞ്ഞ അങ്ങ് കാത്വാമുകുന്ത. അങ്ങയുടെ അവസ്ഥ എന്താ? മഹതീ കുലശീലരൂപ വിദ്യാവയോ, മഹത്തായ ഉന്നത കുലത്തിൽ ജനിച്ചു. അങ്ങനെയുള്ള സ്വഭാവങ്ങൾ, സൗന്ദര്യം എല്ലാം തികഞ്ഞ അങ്ങനെ ഒരു വരനെ ഞാൻ സ്വീകരിച്ചാൽ അത് അച്ഛനമ്മമാർക്ക് അപമാനത്തിന് കാരണമല്ല, അഭിമാനത്തിന് കാരണമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങയെ മനസ്സിൽ വരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം കൊണ്ടും അങ്ങ് യോഗ്യനാണ്. പക്ഷേ ഈ സിംഹത്തിന് കൊടുക്കേണ്ട ബലിയെ കുറുക്കൻ കൊണ്ടുപോകുന്നത് പോലെ എന്നെ ശിശുപാലിന് കൊടുക്കാനാണ് ഇവർ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് അങ്ങയെ അറിയിക്കേണ്ട ചുമതല എനിക്കുണ്ടല്ലോ. അത്രയേ ഉള്ളൂ, അറിയിക്കേ വേണ്ടു. അതല്ല ഞാൻ വന്ന് കൊണ്ടുവരണമെന്ന് പറയില്ല, അത് ഞാൻ പറയണില്ല. അത് പറയാൻ എനിക്ക് അർഹതയില്ല. അർഹതയുണ്ടെങ്കിൽ, പുണ്യമുണ്ടെങ്കിൽ അങ്ങ് വന്നിട്ട് എന്നെ കൊണ്ടുപോകും. പൂർത്തേഷ്ട ദത്ത നിയമവ്രത ദേവവിപ്ര ഗുരുവർച്ചനാധിപിലം ഭഗവാൻ പരേശ ആരാധിതോ. ഞാൻ അത്രയേറെ ദാനങ്ങളും ധർമ്മങ്ങളും പുണ്യങ്ങളും ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനുള്ള സുഹൃതം എനിക്കുണ്ടെങ്കിൽ ഞാൻ പറയാതെ തന്നെ അങ്ങ് വന്ന് എന്നെ കൊണ്ടുപോകും. ഇനി പുണ്യമില്ല എന്ന് വിചാരിക്കുക, ഞാൻ പറഞ്ഞതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാനത് പറയില്ല. അതിനുള്ള സുഹൃതം എനിക്കുണ്ടോയെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അങ്ങ് എന്നെ വന്ന് കൊണ്ടുപോകും. അഥവാ അങ്ങനെ കൊണ്ടുപോകണം എന്നങ്ങ് വിചാരിക്കുന്നു എന്ന് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ അറിയേണ്ടതുണ്ട്. നാളെയാണ് വിവാഹം. വളരെ വേഗത്തിൽ വന്നാലേ ദ്വാരകയിൽ നിന്ന് ഈ കുണ്ടിനപുരിയിൽ എത്തിപ്പെടുള്ളൂ. അതുകൊണ്ട് വളരെ വേഗത്തിൽ വരണം. ഇനി വന്നാൽ തന്നെ ഇവിടെ അങ്ങയ്ക്ക് തരാൻ തയ്യാറായിട്ട് ഇരിക്കുന്നില്ല ശത്രു രാജാക്കന്മാരായി ഇവിടെയുള്ളത്. അപ്പോൾ ആ ശത്രുക്കളെയൊക്കെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തി ബലാത്കാരണം എന്നെ പിടിച്ചു കൊണ്ടുപോകണം. അങ്ങനെ ചെയ്യണമെന്ന് പറയല്ല, നല്ല കാര്യമാണ്. കാരണം ഈ അനേകം ശത്രു രാജാക്കന്മാരും സൈന്യങ്ങളൊക്കെ കൂടി ഇരിക്കുന്ന ആ സ്ഥലത്ത് വന്നിട്ട് കന്യയെ അപഹരിച്ചു കൊണ്ടുവരിക ഇത് നടപ്പുള്ള കാര്യമാണ് അല്ലേ എന്നങ്ങ് കരുതുന്നു എങ്കിൽ അത്ര വിഷമമില്ല.
അതായത് പൂർവേദ്യുരസ്യ മഹതീ കുലദേവി യാത്ര യസ്യാം ബഹിർനവവധുർ ഗിരിജാമുപയാത്. അതിരാവിലെ പൂർവേദ്യം എന്നുള്ളതിന് അതിരാവിലെ എന്നാണ് അർത്ഥം പറയണത്. ആരും തെറ്റിദ്ധരിക്കരുത്, തെറ്റിച്ചൊളിക്കരുത്. കാരണം പലപ്പോഴും പലരും പറഞ്ഞു കേട്ടത് നാളെ എന്നാണ്. നാളെയല്ല, അതിരാവിലെ. നാളെയാണ് വിവാഹത ബ്രാഹ്മണനെ പറഞ്ഞയച്ചത്. അപ്പോൾ രാത്രിയാണ് ഇവരെ എത്തണത് തന്നെ. അപ്പോൾ അതുകൊണ്ട് അതിരാവിലെ ആ ദേവീ ക്ഷേത്രത്തിലേക്ക് തൊഴാൻ പോകും. അപ്പോൾ വലിയ സൈന്യങ്ങളും ഉണ്ടാവില്ല, ഭടന്മാരുണ്ടാവും, വഴി മാറ്റാനൊക്കെ അത്രേ ഉണ്ടാവുള്ളൂ, വലിയ ബഹളമൊന്നും ഉണ്ടാവില്ല. ആ ദേവീ ക്ഷേത്രത്തിൽ തൊഴുത് കഴിഞ്ഞിട്ട് പുറത്ത് വന്നിട്ടാണ് അലങ്കരിച്ച രഥത്തിൽ കയറിയിട്ട് ഞാൻ കല്യാണ മണ്ഡപത്തിലേക്ക് പോകും. ആ സമയത്ത് അങ്ങ് അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക, വിഷമമില്ലാണ്ട് എന്നെ പിടിച്ചു കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ചെയ്യണമെന്ന് പറയല്ല, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ടൈപ്പ് റൈറ്റിങ്ങിന് ഞാൻ പോകുമ്പോൾ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കാൻ അങ്ങ് വരികയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാമെന്നൊക്കെ പറയണില്ലേ. അതുപോലെ കല്യാണ മണ്ഡപത്തിലേക്ക് പോണതിൻ്റെ മുമ്പ് ആ തേരിൻ്റെ അടുത്ത് അങ്ങ് നിൽക്കുന്നുണ്ടെങ്കിൽ സൗകര്യമുണ്ട്, അതും പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് ഞാൻ അഥവാ അങ്ങനെ വന്ന് കൊണ്ടുപോയില്ല വിചാരിച്ചാൽ എന്താ, എന്നാൽ പിന്നെ സുശുവാലിനെ കല്യാണം കഴിച്ചിരിക്കുക. അത് ഞാൻ വിചാരിക്കുന്നില്ല. അത് സാധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഈ ജന്മ ജീവിതം അങ്ങോട്ട് ഉപേക്ഷിക്കും. അടുത്ത ജന്മത്തിലെങ്കിലും അങ്ങയെ ഭർത്താവായിട്ട് കിട്ടാൻ സാധിക്കുമോ എന്ന് ഞാൻ പരിശ്രമിക്കും എന്നൊക്കെ ദൂതൻ്റെ അടുത്ത് പറഞ്ഞയക്കുക. അതൊക്കെ കേട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാനും രുക്മിണിയെ ആലോചിച്ചുകൊണ്ട് ഉറക്കല്ലാണ്ടിരിക്കുകയാണ്. ഭഗവാനും ഉറക്കല്ലാണ്ടിരിക്കാതെ രുക്മിണിയെക്കുറിച്ച് വരാം. ഭഗവാൻ രുക്മിണിയെക്കുറിച്ചാണ് രുക്മിണിയെ വിവാഹം കഴിക്കാമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഈ ഉറക്കല്ലായ ഈ പ്രേമത്തിന് 10 അവസ്ഥകളാണ്. അതിൽ 4ാമത്തെ അവസ്ഥയാണ് നിദ്രാചേത, ഉറക്കല്ലാണ്ടേവ. അത് ലൗകിക പ്രേമമായാലും ഇനി ഭഗവാനോടുള്ള പ്രേമമായാലും അവസ്ഥകളൊക്കെ ഒരു വരെ ഒന്നിന് മാത്രമേ മാറ്റുള്ളൂ. നയനപ്രീതി പ്രഥമം ചിത്താസംഗസ്തഥോത സങ്കല്പ നിദ്രാച്ഛേദസ്തനുത വിഷയനിവൃത്തി ത്രപാനാശ ഉന്മാദോ മൂർച്ഛ മൃതിരിത്യേത സ്മരദശാദശൈവ സ്യുഹു. കാമത്തിന് 10 അവസ്ഥകളാണ്. നയനപ്രീതി ആദ്യം കണ്ടിങ്ങനെ ആസ്വദിക്കുക, എത്ര കണ്ടാലും മതിയാവില്ല. കോളേജ് വിട്ട് വരുന്നത് വരെ അവനവിടെ കാത്തു നിൽക്കും അവളെ കാണാൻ. രണ്ടാൾക്കും അങ്ങോട്ടും കൂടി എത്ര കണ്ടാലും മതിയാവില്ല. നയനപ്രീതി കണ്ട് ആസ്വദിക്കുക. ചിത്ത രണ്ടാമത്തത്, കാണാത്ത സമയത്ത് മനസ്സ് അവളെ തന്നെ ചിന്തിക്കുക, അല്ലെങ്കിൽ മനസ്സ് അവനെ തന്നെ ചിന്തിക്കുക. വീട്ടിൽ പോയിരിക്കുമ്പോഴും ആ ബസ് സ്റ്റോപ്പിൽ കണ്ടതും അവൻ കാണിച്ച ഗോഷ്ടിയൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുക. പെൺകുട്ടി അതെ, ആൺകുട്ടി അതെ. പിന്നെ സങ്കല്പം പറഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞാൽ അവിടെ വന്ന് അന്വേഷിക്കേണ്ട കല്യാണം കഴിക്കുന്നിട്ട് ഞങ്ങൾ ഊട്ടിക്ക് പോകും. അങ്ങനെ മനക്കോട്ടകൾ എന്ത് വേണമെങ്കിൽ കെട്ടാലോ, ചിലവില്ലല്ലോ. നിദ്രാച്ഛേദം 4ാമത്തത് ഉറക്കല്ലായ, ഉറക്കം വരില്ല. പിന്നെ 12 മണിയായി, എന്താ മോളെ നീ കിടക്ക, നീ നാളെ രാവിലെ അല്ല അമ്മ ഞാൻ കുറച്ചും കൂടെ പഠിക്കട്ടെ. എന്ത് പഠിക്കണേ? ഒന്ന് കയറി നോക്കണം. അച്ഛൻ കയറി നോക്കിയപ്പോൾ ആ കോണിപ്പടിയുമ്പോൾ അച്ഛൻ്റെ ശബ്ദം കേട്ട് പുസ്തകം ടപ്പ് നടത്തിട്ട് കിട്ടുകിട്ടേനെ പറയ്ക്കുക. എന്താ അതിൽ മൂപ്പരെ ഫോട്ടോ വെച്ച് ഇങ്ങനെ നോക്കിയിരിക്കുകയാണേ. അതാ ഉറക്കം വരാത്തത്. നിദ്രാച്ഛേദ തനുത. അടുത്ത സ്റ്റെപ്പ്, ശരീരം ഇങ്ങനെ ക്ഷീണിച്ച് വരും. വിഷയനിവൃത്തി. പിന്നെ അടുത്തത്, ഒരു വിഷയത്തിലും താല്പര്യമില്ല. സാധാരണ താല്പര്യമുള്ളതിലൊന്നും ഇപ്പോൾ താല്പര്യമില്ല. യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പോകാൻ വലിയ താല്പര്യം ഇപ്പോൾ വിളിച്ചാൽ പോവില്ല. കാരണം ആകെ ഇത് മാത്രമേ താല്പര്യമുള്ളൂ, മറ്റ് വിഷയങ്ങളൊക്കെ വിട്ടു. ത്രപാനാശ. പിന്നെ ലജ്ജയില്ലാണ്ടേവ, അതായത് ഉളുപ്പില്ലാണ്ടേവ പറയും. വഴിയിലൊക്കെ മൂപ്പരെ കണ്ട 1 മണിക്കൂർ 1.5 മണിക്കൂർ പുസ്തകമൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് വർത്തമാനം പറയും. റേഷൻ പിടിയിലേക്ക് മണ്ണെണ്ണ വാങ്ങാൻ പോയ ആൾ 1 മണിക്കൂർ ക്യൂ നിന്ന് മണ്ണെണ്ണ വാങ്ങി വരുമ്പോൾ ഇവർ പഠിത്താനം നിൽക്കണം. ഇനി വൈകുന്നേരം ഓളം നിൽക്കണം. കാരണം കോളേജ് വിട്ടിട്ടേ വീട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല, ആരെങ്കിലും കാണില്ല, കണ്ടക്കിയപ്പോൾ അവർ ചിലവൊന്നുമല്ല. അതായത് ഉളുപ്പില്ലാണ്ടേവ എന്ന് പറയും. ത്രപാനാശ. ഉന്മാദോ. പിന്നെ ഒരു ലഹരിയ, പരിസരബോധമൊന്നുമില്ല. മൂർച്ച. പിന്നെ ഭ്രാന്ത് പോലെ ഏതാണ്ട്. 9. 10ാമത്തത് മൃതി. രണ്ടാളും കൂടെ ഒരു കയറമ്പൽ തൂങ്ങി മരിച്ചു, വിഷം കുടിച്ചു മരിച്ചു എന്നൊക്കെ കേൾക്കില്ലേ. 10ാമത്തത് മരണമാണ്. ഈ 9 അവസ്ഥകൾ ഭഗവാനോടുള്ള പ്രേമത്തിലും ബാധക. 10ാമത്തത് ഭഗവാനോട് കൂടി ചേർന്ന് മോക്ഷമാണ്, പരമാനന്ദമാണ്. അപ്പോൾ ഭഗവാൻ ഏത് പ്രേമമായാലും ഈ 10 അവസ്ഥകളുണ്ട്. സ്മരദശാ ദശൈവസി 10 അവസ്ഥകൾ. അപ്പോൾ ഭഗവാനും ഉറക്കമില്ലാണ്ടിരിക്കാൻ പറഞ്ഞാൽ 4ാമത്തെ അവസ്ഥയാണ് ഈ നിദ്രാച്ഛേദം. ഏതായാലും അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ബ്രാഹ്മണനോട് പറഞ്ഞു, എന്നാൽ നമുക്ക് പോവാം. ഉടനെ തന്നെ തേര് കൊണ്ട് ബ്രഹ്മണോദ്ധാരകനോട് തേര് കൊണ്ടുവന്നു. ആ ബ്രാഹ്മണനെയും കയറ്റിയിട്ട് ഉടനെ ഭഗവാൻ അവിടുന്ന് യാത്രയായി. കുറച്ച് കഴിഞ്ഞു ബലരാമൻ എവിടെ പോയി കൃഷ്ണൻ അന്വേഷിച്ചു വരിക, കാണാനില്ല, കൃഷ്ണനെ കാണില്ല. അപ്പോൾ കാവക്കാർ പറഞ്ഞു, ഇവിടെ ഏതോ ഒരു ബ്രാഹ്മണൻ എന്തോ വന്നു, എന്തോ ചിലത് കല്യാണമെന്നോ രുക്മിണിയെന്നോ എന്തോ ചില ശബ്ദം കേട്ടു. ഉടനെ പുറപ്പെട്ടു പോയി. അപ്പം മനസ്സിലായി, രുക്മിണിയുടെ സ്വയംവരാണ്. എന്നാൽ കൃഷ്ണൻ എന്നോടൊരു വാക്ക് പറയാതെ പോയത് ശരിയായില്ല. അവിടെ ശത്രുരാജാക്കന്മാരെ ചിലപ്പോൾ യുദ്ധമൊക്കെ വേണ്ടി വരും. എന്തൊരു കഷ്ടം, എന്നോടൊരു വാക്ക് പറയാനില്ല. ഏതായാലും ഇനി അറിഞ്ഞ അവസ്ഥയിൽ ഇരിക്കാൻ ഉടനെ സൈന്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്ത് വായുവേഗത്തിൽ ഓടുന്ന തേരിൽ ഇവരും യാത്രയായി. ഈ കൃഷ്ണൻ ബ്രാഹ്മണൻ അവിടെ എത്തുമ്പോഴേക്ക് ബലരാമനും കൂടെ എത്തി. രുക്മിണിയുടെ കഥ എന്താ, നേരം പുലർച്ചെ വരെ ഉറക്കൊഴിച്ചിരിക്കുക. അവിടെ ഒന്നും വരേണ്ടാവില്ല, വെറുതെ ഞാൻ മോഹിക്കുക, അതൊക്കെ നടപ്പുള്ള കാര്യമാണോ? ഭഗവാൻ പോയി കണ്ടു, ബ്രാഹ്മണൻ പറഞ്ഞ ബ്രാഹ്മണൻ എന്താ ഭഗവാൻ എന്താ പ്രതികരിക്കുക, ഒന്നും അറിയില്ലല്ലോ. ആകെ വിഷമിച്ച്
ഒന്നും സാധിക്കില്ല, വെറുതെ മോഹിക്കുക, ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഇടത്തെ കണ്ണ്, ഇടത്തെ കാല, ഇടത്തെ തൊട, ഇടത് ഭാഗം ഇങ്ങോട്ട് തുടിക്കാൻ തുടങ്ങി. അപ്പോൾ സ്ത്രീകൾക്ക് ഈ ഇടത് ഭാഗം തുടിക്കുന്നത് നല്ല ലക്ഷണം, എന്തോ ഒരു ശുഭലക്ഷണമാണല്ലോ. അപ്പോൾ ബ്രാഹ്മണൻ്റെ നാമജപം കേട്ടു, ബ്രാഹ്മണൻ വരുന്നുണ്ട്. വന്ന ഉടനെ ബ്രാഹ്മണൻ ആദ്യം പറഞ്ഞത് വന്നിട്ടുണ്ട് എന്നാണ്. അതാണ് ദൂതൻ്റെ മഹത്വം. ആദ്യം പറയേണ്ടത് ആദ്യം പറയണം, അല്ലാണ്ട് നാട്ടുകാരൊക്കെ പറഞ്ഞ അവസാനം വന്നിട്ടുണ്ടെന്നല്ല, ആദ്യം വന്നിട്ടുണ്ട്. ഹനുമാൻ സീതാദേവിയെ കണ്ടു വന്നിട്ട് ആദ്യം പറഞ്ഞത് ദൃഷ്ടാ സീത അനാമയ. ശ്രീരാമൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞ ദൃഷ്ട, കണ്ടു സീതയെ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ സീതയെ കണ്ടു എന്നല്ല, കണ്ടു സീതയെ. സീതയെ എന്ന് പറഞ്ഞാൽ കണ്ടില്ല എന്നും ആവാലോ. അപ്പം അത്രയും നേരം മനസ്സ് വിഷമിക്കാൻ പാടില്ല. അതുകൊണ്ട് ദൂതൻ ആദ്യം പറയേണ്ടത് ആദ്യം പറയണം. കണ്ടു, വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ സന്തോഷമായി ഭഗവാനെയാണ് കൊണ്ടുവന്ന് കൊടുത്തത്. ഇനി എന്തൊരു സമ്മാനം അയാൾക്ക് കൊടുക്കാൻ ആലോചിച്ചു. ബ്രാഹ്മണൻ ഒന്നും കാണാനില്ല. അവസാനം നനാമസം നമസ്കരിച്ചു. അല്ലാണ്ട് എന്താ ഭഗവാനെ കൊണ്ടുതന്ന അതിന് പ്രത്യുപകാരമായിട്ട് എന്താ, ഒന്നും കൊടുക്കാനില്ല, നമസ്കരിച്ചു എന്നാണ്. ഏതായാലും ആ വിവരം പറഞ്ഞു ഭഗവാൻ. അതറിഞ്ഞ പിന്നെ ഈ രുക്മിണിയുടെ അച്ഛനൊക്കെ വേണ്ട ഏർപ്പാട് ഇവർ വന്നു എന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷമായി. അവർക്ക് താമസിക്കാൻ വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തു. ഏതായാലും ഞാൻ ക്ഷണിച്ചിട്ടില്ല, കാരണം കൃഷ്ണന് കൊടുക്കണം എന്നായിരുന്നു ആഗ്രഹം. അത് സാധിച്ചില്ലല്ലോ, ഇത് പറയാൻ നന്നല്ലല്ലോ, അതുകൊണ്ട് ക്ഷണിച്ചില്ല. എന്നാലും അവർ അറിഞ്ഞിട്ട് ആ സ്വയംവരത്തിൽ പങ്കെടുക്കാനെങ്കിലും വന്നുവല്ലോ എന്ന് അച്ഛന് വലിയ സന്തോഷമായി. പങ്കെടുക്കാമെന്നാണ് വിചാരിച്ചത്. അതിന് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ദേവീക്ഷേത്രത്തിലേക്ക് പോകാൻ ഇറങ്ങണം. ദേവീക്ഷേത്രത്തിലേക്ക് പോകാൻ കുറച്ച് തോഴിമാരൊക്കെ ഉണ്ടാവും. അവരോടുകൂടി വന്ന് ആ ദേവീക്ഷേത്രത്തിലേക്ക് പോയി ചില ചടങ്ങൊക്കെ ഉണ്ട്, പൂജാവിധാനങ്ങളൊക്കെ ഉണ്ട്. അവർ പറയും നെടുമംഗല്യം ഉണ്ടാവണം, ദീർഘായുസ് ഉണ്ടാവണം, അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമെന്നൊക്കെ പറയേ. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ മനസ്സിൽ വിചാരിക്കാമെന്ന് പറഞ്ഞു രുക്മിണി. അതായത് ഭൂയാത് പതിർമേ ഭഗവാൻ എന്നെ വരിക്കാൻ ഇടവരണേന്ന് മാത്രമാണ് ദേവിയോട് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പുറത്ത് കിടന്നപ്പോൾ ആളുകളും കിട്ടും നിറഞ്ഞു. കാരണം സാക്ഷാൽ മായാദേവിയെപ്പോലെ താം ദേവമായ വീരമോഹിതാം സുമധ്യമാം കുണ്ടലമണ്ഡിതാനനാം ശ്യാമാം നിതംബാർജിതരത്നമേഖലാം വ്യഞ്ജസ്തനിം കുന്തളശങ്കിദേക്ഷണ ശുചിസ്മിതാം ബിംബബലാദരദ്വിദ്വയ ഭവനായമാനദ്വിജഗു. അതായത് അതിസുന്ദരിയായിട്ട് മായാഭഗവതി എഴുന്നള്ളി വരികയാണോ എന്ന് തോന്നും. ദേവമായാവുക വീരമോഹിത സുമധ്യമ അതിസുന്ദരിയായിട്ട് കുണ്ടലമണ്ഡിതാനന കുണ്ടലങ്ങളോട് കൂടിയിട്ട് ശ്യാമാം. അങ്ങനെ അതിസുന്ദരിയായ രുക്മിണി ഇറങ്ങിയപ്പോഴേക്ക് ആളുകൾ രുക്മിണിയെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ചിലർ ആനപ്പുറത്ത്, ചിലർ കുതിരപ്പുറത്ത്, ചിലർ മതിലിൻ്റെ മോളെ, ചിലർ മരത്തിൻ്റെ മോളെ ഒരു നോക്കൊന്ന് കാണാൻ അത്ര സുന്ദരിയാണ്. ആ ബഹളത്തിൽ അതാ വരുന്നു, അതാ രുക്മിണി വരുന്നു പറഞ്ഞ് ഓരോരുത്തരും ആനപ്പുറത്ത് നിൽക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് മുന്നോട്ട് നടന്നു. പടവുന്ന ആളുകളിലേക്ക് വീണു, മതിലിൻ്റെ മുകളിൽ നിന്ന് വീണു, മരത്തിൻ്റെ മുകളിൽ നിന്ന് വീണു. ആളുകൾ തലയിൽ കൂടെ വീണതൊന്നും അറിയില്ല, കാരണം രുക്മിണിയെ കാണാൻ നോക്കിക്കൊണ്ടിരിക്കുക. അത്ര ബഹളമയമായി അവിടെ. ഏതായാലും എന്തിനു പറയണു. അങ്ങനെ ആ ബഹളത്തിൽ കൂടെ മെല്ലെ നടന്ന് ആ രുക്മിണി പുറത്ത് വന്നിട്ട് അളകങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് തേരിലേക്ക് കയറാൻ നേരത്തെ നോക്കി. അതായത് ആരൊക്കെ എന്നെ കാണാൻ വന്നതെന്ന് നോക്കാൻ തോന്നുന്നു. അതല്ല, കൃഷ്ണൻ അടുത്തുണ്ടോ എന്ന് നോക്കിയതാ. കൃഷ്ണനെ കണ്ടു. പക്ഷെ ആ തേര അവിടെ നിൽക്കേണ്ടത് കയറാൻ വരില്ല. തൻ്റെ തേരിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ കൃഷ്ണൻ കയ്യെ പിടിച്ചു. അതല്ല തേര ഇതാന്ന് പറഞ്ഞിട്ട് ഈ തേരിൽ പിടിച്ച് കയറ്റി ഉടനെ ഉള്ളു. അപ്പോഴേക്ക് ബഹളമായി. അതാ യാദവൻ വന്നു, രുക്മിണിയെ കെട്ടുകൊണ്ടുപോയി പിടിക്കുക, കെട്ടുക, കൊല്ലുക എന്നൊക്കെ പറഞ്ഞ് ബഹളമായി. ആര് പിടിക്കണം, ആര് കെട്ടണം, കൊണ്ടുപോയി. അപ്പോഴേക്ക് സൈന്യങ്ങളൊക്കെ പാടുപോയി യുദ്ധത്തിന് വന്നു. ബലരാമൻ പറഞ്ഞു വേഗം സ്ഥലം വിട്ടോളൂ, കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ആ യാദവ സൈന്യങ്ങളോടുകൂടി ബലരാമൻ യുദ്ധത്തിന് വന്ന് സകല രാജാക്കന്മാരെ എതിർത്തു. അവരൊക്കെ യുദ്ധം ചെയ്തു തോൽപ്പിച്ചു. അപ്പോഴേക്ക് രുക്മിണിക്ക് ആകെ വിഷമായി. ശിശുപാലന് അതിലേറെ വിഷമായി. കല്യാണം കഴിക്കാൻ അസുഖഷ്ടൊക്കെ ഇട്ട് വന്നിട്ട് ഇനി തിരിച്ചു പോകാമെന്ന് പറഞ്ഞാൽ കഥ എന്താ, കന്യകയെ അത് പണ്ട് ക്ഷത്രിയന്മാരങ്ങനെ പൗരുഷമുള്ളവർക്കേ കന്യകയെ കിട്ടുള്ളൂ. ആകെ വിഷമായി. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതായാലും യുദ്ധത്തിന് പോവുക. ശിശുപാലനെ യുദ്ധത്തിന് ചെയ്യാറ്. ഈ അസുഖഷ്ടൊക്കെ ഇങ്ങനെ യുദ്ധത്തിന് പോവുക. പോർച്ചട്ടെ കവചമൊന്നുമില്ല, അല്ല അതൊന്നും ഓർമ്മയില്ല പാവത്തിന്. യുദ്ധത്തിനൊന്നും പോകണ്ട, പോയിട്ട് കാര്യമൊന്നുമില്ല. കാരണം നമ്മുടെ ചീത്ത സമയമാണ്. അവിടെ ജരാസന്ധനും കൂട്ടുകാരും ഒക്കെ പറഞ്ഞേ ഇപ്പം നമ്മുടെ സമയം മോശമാണ്, അതുകൊണ്ട് നമ്മൾ അതിന് പോകണ്ട. ഞാൻ തന്നെ ഇപ്പം എത്ര തവണ ഈ കൃഷ്ണനോട് 17 തവണ യുദ്ധം ചെയ്തിരുന്നു. എന്നിട്ട് എന്നെ പേടിച്ചു ഓടേണ്ടത് അവസാനം ഞാൻ ഇനി ഒഴിവാക്കിയിട്ടില്ല. അവസരം കിട്ടിയാൽ ഞാൻ ഇനിയും യുദ്ധം ചെയ്യും. സമയം നന്നല്ല, അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാം. അപ്പോഴേക്ക് രുക്മി വിചാരിച്ചു ഞാനൊരുത്തം കാരണമാണല്ലോ ഈ ബഹളമൊക്കെ ഉണ്ടായത്, അത് പറ്റില്ല, എങ്ങനെയെങ്കിലും കൃഷ്ണനെ കൊന്ന ആ രുക്മിണിയെ കൊണ്ടുവരണം എന്ന് വിചാരിച്ചു. യുദ്ധത്തിന് തയ്യാറായിട്ട് രുക്മി പുറപ്പെട്ടപ്പോൾ ശിശുപാലൻ പറഞ്ഞു നമ്മൾ പോകണ്ട, ഒരാൾ പോയിട്ടുണ്ടല്ലോ, എന്താ വരാമെന്നറിയാം. അതായത് ഇനി തരായെങ്കിലോ എന്നാണ് രുക്മിണിയെ കിട്ടുക. ഒന്നും നോക്കാനില്ല, നമ്മൾ പോകാമെന്ന് ജരാസന്ധനൊക്കെ പറഞ്ഞ് എല്ലാവരും അങ്ങനെ എന്തിനു പറയണോ അവിടെ രുക്മി ചെന്നപ്പോഴേക്ക് സൈന്യങ്ങളൊക്കെ ബലരാമനും സൈന്യങ്ങളും കൊന്നൊടുക്കിയിട്ടുണ്ട്. നേരെ തിരിച്ചു വിട്ടു കൃഷ്ണൻ്റെ പിന്നാലെ. കൃഷ്ണൻ നിൽക്കട അവിടെ, നീ കട്ടുകൊണ്ട് പോകാൻ എൻ്റെ കഥ കഴിച്ചിട്ട് കാര്യമുള്ളൂ പറഞ്ഞ് കൃഷ്ണൻ്റെ നേരെ ചെന്നു. കൃഷ്ണൻ നേരെ അസ്ത്രങ്ങൾ അയച്ചു. കൃഷ്ണൻ ഇങ്ങോട്ട് അസ്ത്രം അയച്ചു. രുക്മിയുടെ നേരെ അയച്ചില്ല. അസ്ത്രങ്ങളൊക്കെ മുറിച്ചു. അങ്ങനെ അസ്ത്രങ്ങൾ പോയി, പിന്നെ ആയുധങ്ങൾ പോയി, പിന്നെ തേരാളി പോയി. അവസാനം എന്നാൽ തന്നെ ഞാൻ കൈ കൊണ്ട് അടിച്ചിട്ട് ഞാൻ കൊല്ലും പറഞ്ഞ ചാടി ഇറങ്ങിയിട്ട് കൃഷ്ണനായിട്ട് യുദ്ധത്തിന് പോയി. അങ്ങനെ ചെന്നപ്പോൾ കൃഷ്ണൻ 2 കൈയും കൂട്ടിയും പിടിച്ച് ആ രുക്മിയുടെ ഉത്തരയെ എടുത്തിട്ട് കെട്ടിയിട്ട് തൻ്റെ കൊടിമരത്തിൻ്റെ മുളങ്ങ് പിടിച്ച് കെട്ടി.
മാത്രമല്ല വാളെടുത്തിട്ട് മുടി കുറച്ച് മുഴുവൻ ചരച്ചാൽ പിന്നെ പഴനി പോയി വരാമെന്നെങ്കിലും പറയാം. അതില്ല, പകുതി മീശ പകുതി മുടിയൊക്കെ ചരച്ച് അങ്ങനെ ആ കൊടിമരത്തുമ്പോൾ അവിടെ പിടിച്ച് കെട്ടി. ബലരാമന് തോന്നി എന്തൊക്കെയാണ് അവിടെ. യുദ്ധം കഴിഞ്ഞ് ബലരാമൻ ഓടിച്ചെന്നു. ചെന്നപ്പോൾ ഈ രുക്മിയെ ഈ കൊടിമരത്തുമ്പിൽ കെട്ടിയിട്ടിരിക്കുക. അപമാനിച്ച് കുറച്ച് ചീത്ത പറഞ്ഞു. കൃഷ്ണൻ എങ്ങനെയാണ് നമ്മൾ ബന്ധുവായി കഴിഞ്ഞാൽ കൃഷ്ണനെ രുക്മിണിയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ പെരുമാറുക, നന്നായി അഴിച്ചു വിടും, ഇത് അപമാനിക്കാന്നതല്ലേ, അത് കൊല്ലിനേക്കാളും വലുതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ശികാരിച്ചു. കാരണം രുക്മിണിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടേ. എന്നിട്ട് രുക്മിണിയോട് പറഞ്ഞു, എന്താ ചെയ്യുക, നമ്മൾ ക്ഷത്രിയന്മാരായി പോയില്ലേ, തമ്മിൽ കണ്ടാ തല്ലാകൂല്ല, ഇതാണ് നമ്മുടെ സമ്പ്രദായം, ഇത്രയല്ലേ ഉണ്ടായുള്ളൂ എന്ന് വിചാരിക്കുക, സമാധാനിക്കാന്നൊക്കെ പറഞ്ഞ് കൃഷ്ണനെ കുറേ ചീത്ത പറഞ്ഞ് രുക്മിണിയെ സമാധാനിപ്പിച്ചു. അവസാനം രുക്മിയെ അഴിച്ചു വിട്ടു എന്നുള്ള. രുക്മിയെ പോകുമ്പോൾ സത്യം ചെയ്തിട്ടുണ്ട്, അഹത്വാ സമരേ കൃഷ്ണം അപ്രത്യൂഹ്യച രുക്മിണിയും കുണ്ടിനെന്ന പ്രവേക്ഷ്യാമി സത്യമേതദ്ബ്രവീമ്യവ. അതായത് ഈ കൃഷ്ണനെ കൊല്ലാതെ രുക്മിണിയെയും കൂട്ടി അല്ലാതെ ഞാൻ തിരിച്ചു വരില്ല കുണ്ടിനത്തിലേക്ക്, ഞാൻ ഈ രാജ്യത്ത് കാലെടുത്ത് കുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ രുക്മി പോയതേ. ഇപ്പം എന്തായി, ഇപ്പോൾ ആകെ അപമാനിതനായി, നാട്ടിലേക്കും പോകാൻ വയ്യ. ഭോജ കിടന്നൊരു സ്ഥലത്ത് അവിടെ ഒരു കെട്ടിടമുണ്ട്, അവിടെ പോയി താമസിക്കുകയാണ് രുക്മി. അങ്ങനെ ഭഗവാൻ രുക്മിണിയോടുകൂടി ദ്വാരകയിലേക്ക് പോകും. അവിടെ ഭഗവാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്ക് വേണ്ട ആഘോഷങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തു. എന്തിനു പറഞ്ഞു, അവിടെ ചെന്ന ശുഭമുഹൂർത്തത്തിൽ ആ രുക്മിണി ശ്രീകൃഷ്ണൻ്റെയും രുക്മിണിയുടെയും വിവാഹം നടക്കുകയാണ്. ആ നല്ലൊരു മുഹൂർത്തം നോക്കിയിട്ട് അതിഗംഭീരമായിട്ടുള്ള വിവാഹാഘോഷങ്ങൾ, കലാപരിപാടികൾ, നാട്ടുകാർക്കും ഇതിൽ പല സന്തോഷമാവാൻ വയ്യ. മാത്രമല്ല ആ ഭഗവാൻ ഈ മഹാലക്ഷ്മിയായ രുക്മിണി ദേവിയെ ഒരുമിച്ച് ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടിട്ട് നാട്ടുകാരെല്ലാം വളരെയേറെ സന്തോഷിച്ചു എന്നുള്ളതാണ് കഥ. ഇത് കഥാസ്വരൂപം. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കഥകളാണ് ഇവിടെ വലിയൊരു തത്വത്തെ പ്രകാശിപ്പിക്കുന്നത്. അതായത് ഭീഷ്മകൻ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യ ശരീരം, നമ്മളൊക്കെ ഭീഷ്മകന്മാരാണ്. നമ്മളുടെ പുത്രിയായ രുക്മിണി പറഞ്ഞ ഒരു ജീവനാണ്, ഈ മനുഷ്യ ശരീരത്തെ ആശ്രയിച്ച ജീവനാണ്. ഈ ജീവനെ ഈശ്വരനോട് കൂടി യോജിപ്പിക്കണം. ജീവൻ എന്ന് പറഞ്ഞാൽ നിത്യദുഃഖം അനുഭവിച്ചു കൊണ്ടിരിക്കുക, സർവത്ര ദുഃഖം, ജന്മദുഃഖം, ജരാദുഃഖം, ഛായാദുഃഖം, പുനഃ സംസാരസാഗരം ദുഃഖം. ഓരോ ജീവന്മാരും പല പ്രകാരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക. ഇതിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ ഈശ്വരനോട് കൂടി ചേരുക തന്നെ വേണം. അതായത് ഈശ്വരനെ പ്രാപിക്കണം. അതാണ് പരമലക്ഷ്യം. നമ്മളൊക്കെ ഈശ്വരനിൽ നിന്ന് പോന്നിട്ടുള്ളവരാണ്. ഈശ്വരനെ പ്രാപിക്കുക എന്നുള്ളതാണ്. തിഷ്ടൻ ഗേഹേ ഗൃഹേശോ പതിതിരിവ നിജന്ധാമ ദന്തും ചികീഷു. ശങ്കരാചാര്യസ്വാമികളെ ശതശ്ലോകി എന്ന പ്രകരണ ഗ്രന്ഥത്തിൽ പറയാണ്, തിഷ്ടൻ ഗേഹേ ഗൃഹേശോ, ഒരു വീട്ടിലിരിക്കുന്ന വീട്ടുകാരൻ അതിഥിരിവ നിജന്ധാമ ഗന്ധം ചികീഷു. ഒരു വിരുന്നുകാരൻ ഒരു ദിക്കി ചെന്നാൽ അവരുടെ സൽക്കാരമൊക്കെ സ്വീകരിക്കുമ്പോഴും വിരുന്നുകാരൻ്റെ കാര്യം എന്താ, ഇത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണമെന്നാണ്. ഇതുപോലെ ഒരു ഗൃഹസ്ഥൻ തൻ്റെ വീട്ടിൽ, നമ്മുടെയൊക്കെ വീട് എവിടെയാണ്, ഭഗവാന്റെ അടുക്കല, അവിടേക്ക് എത്തണമെന്നാവണം ഓരോ ജീവന്മാരും ആഗ്രഹിക്കണേ. അപ്പോൾ ഈ ദുഃഖസൗഖ്യന്ന ഭജതി സഹസ. അപ്പോൾ ഈ അതിഥിയായിട്ട് വന്ന ഒരാൾ അവിടുത്തെ സുഖദുഃഖങ്ങൾക്ക് വലിയ പ്രാധാന്യമൊന്നും കൽപ്പിക്കില്ല. കാരണം ഞാനിത് കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കല്ലേ. അതുപോലെ ഓരോ ജീവന്മാരും ഈ ലൗകികങ്ങളായ സുഖദുഃഖങ്ങൾക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കരുത്. നമ്മുടെ ധാമം ആ ഭഗവാന്റെ അടുക്കൽ എത്തിപ്പെടുക എന്നുള്ള നമ്മുടെ ലക്ഷ്യം. അങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ ഭീഷ്മകൻ ഭാര്യയായ അന്ധക്കരണം അവരെ രുക്മിണിയെ ഭഗവാന് കൊടുക്കണമെന്ന് തീരുമാനിച്ചു. പക്ഷേ രുക്മി പറഞ്ഞു, അത് നടക്കില്ല, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല. എന്താ, 5 സഹോദരങ്ങൾ, 5 ഇന്ദ്രിയങ്ങളാണ്. 5 ഇന്ദ്രിയങ്ങൾ പ്രബലങ്ങളാണ്. ഈ ഇന്ദ്രിയങ്ങൾ പ്രബലങ്ങളായിട്ടിരിക്കും കാലത്തോളം ഒരു ജീവനും ഈശ്വരോപാസനം നടക്കില്ല. വിഷയങ്ങളുടെ പിന്നാലെ പോകാനാണ് ഇന്ദ്രിയങ്ങൾക്ക് താല്പര്യം. അപ്പം ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നടക്കാൻ പോകണില്ല എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ പ്രബലങ്ങളായിരിക്കും കാലത്തോളം ഒരാൾക്ക് ഈശ്വര ഭജനം സാധിക്കില്ല, ഈശ്വരനെ പ്രാപിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴാണ് ശിശുപാലന് കൊടുക്കാൻ തീരുമാനിച്ചു. പറഞ്ഞാൽ എന്താ, ശിശുപാലൻ എന്ന് പറഞ്ഞാൽ ആരാ? ശിശുക്കളെ പാലിക്കുന്നവൻ ശിശുപാലൻ, കുട്ടികളെ രക്ഷിക്കുന്ന ആൾ. കുട്ടികളുണ്ടാവണമെങ്കിൽ ഭാര്യ വേണം, രക്ഷിക്കണമെങ്കിൽ പണവും വേണം. അപ്പോൾ അർത്ഥധാര പുത്രേഷണകൾ, പണം വേണം, ഭാര്യ വേണം, മക്കൾ വേണം എന്നുള്ള ഏഷണാത്രയങ്ങൾ, അതാണ് ശിശുപാലൻ. ഈ ഇന്ദ്രിയങ്ങളെപ്പോഴും ഈ ജീവനെ അർത്ഥധാര പുത്രേഷണങ്ങളോട് ബന്ധിക്കുകയാണ്. വിവാഹം കഴിക്കണം, പുത്രന്മാരുണ്ടാകണം, രക്ഷിക്കണം, ഇതാണല്ലോ എല്ലാ ജീവന്മാരുടെയും ആഗ്രഹം, എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ആഗ്രഹം. അത് മാത്രമേ നടക്കുള്ളൂ. പക്ഷേ അതിൽ നിന്ന് രക്ഷപ്പെടണം. തനിക്ക് ഇഷ്ടമല്ല. രുക്മിണിക്ക് എങ്ങനെയെങ്കിലും ഭഗവാനെ പ്രാപിക്കണം. കാരണം അവിടെ നിന്ന് വന്ന് ആ ഭഗവാനോടുകൂടി ചേരുമ്പോഴേ പരിപൂർണത വരുന്നുള്ളൂ. അപ്പം ഇനി എന്താ ചെയ്യുക? അപ്പോൾ ഒരു ദൂതനെ, ബ്രാഹ്മണനെ, അതായത് ഒരു ഗുരുനാഥനെ ആശ്രയിക്കുക. ഓരോ ജീവന്മാർക്കും ഗുരുനാഥൻ ആവശ്യമാണ്. ഗുരുനാഥൻ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് പല തെറ്റുകളും പറ്റുന്നത്. വേണ്ടത് പറഞ്ഞു തരാനൊരു ഗുരുനാഥൻ ഉണ്ടെന്ന് വരുമ്പോൾ നമ്മളെ നേർവഴിക്ക് നയിക്കാനൊരു ഗുരുനാഥൻ വേണം. അതാണ് ബ്രാഹ്മണൻ. ബ്രാഹ്മണൻ പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനി. ബ്രഹ്മജ്ഞാനിയായ ഒരാൾ ഗുരുനാഥനാവണം. അങ്ങനെയുള്ള ഗുരുനാഥനെ കിട്ടിയാലേ രക്ഷയുള്ളൂ. ആ ഗുരുനാഥനെ ആശ്രയിച്ചു. അതാണ് ബ്രാഹ്മണനെ. തസ്മാത് ഗുരും പ്രപദ്യേത ജിജ്ഞാസു ശ്രേയ ഉത്തമം. അവനവൻ്റെ ശ്രേയസ്സിനെ ആഗ്രഹിക്കുന്ന ഒരാൾ ഒരു ഗുരുനാഥനെ ആശ്രയിച്ചോളണം. എങ്ങനെയുള്ള ഗുരുനാഥൻ? ശാബ്ദേ പരേച നിഷ്ണാദം, വേദത്തിൻ്റെ പരമമായ പൊരുൾ അറിയുന്ന ഗുരുനാഥൻ. ബ്രഹ്മൺ ഉപശമാത്മക, എപ്പോഴും സദാ ബ്രഹ്മനിഷ്ഠയിൽ മുഴുകിയിരിക്കുന്ന ഗുരുനാഥനാവണം. അങ്ങനെ ഒരു ഗുരുനാഥനെ ആശ്രയിക്കണം എന്നുള്ളതാണ്. ആ ഗുരുനാഥനാണ്, ബ്രാഹ്മണനാണ്
കൃഷ്ണനെയും രുക്മിണിയെയും യോജിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വാസ്തവത്തിൽ ഇവിടെ സാധിക്കേണ്ടത് കൃഷ്ണനെ പ്രാപിക്കുക എന്നുള്ളതാണ്. അതായത് ഈശ്വര സാക്ഷാത്കാരമാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഈ ലക്ഷ്യബോധം നമുക്ക് വേണം. ലക്ഷ്യബോധമില്ല എന്ന് വരുമ്പോൾ അപകടമാണ്. നമുക്ക് അന്നന്ന് കണ്ടതൊക്കെ വാരിയും തിന്നൊക്കെ എങ്ങനെയെങ്കിലും ജീവിച്ചിട്ട് നിത്യനരകം. ഇവിടെ സർവത്ര ദുഃഖ ഏഹി സംസ്പർശജാ ഭോഗ ദുഃഖയോനയ. ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും കൂടെ ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സുഖദുഃഖങ്ങൾ ദുഃഖത്തിൻ്റെ ഇരിപ്പിടമാണ്. അതൊന്നും സുഖം എന്ന് പറയാൻ വയ്യ. കാരണം ആഗമ ആപായിനോ അനിത്യ. ഈ ലൗകിക സുഖദുഃഖങ്ങളൊക്കെ വന്നും പോയിക്കൊണ്ടിരിക്കുക. കുറച്ച് നേരം സുഖം ഉണ്ടതുകൊണ്ട് അത് കഴിഞ്ഞല്ലേ അതേ ഉണ്ടാവും. താൻ തിദിക്ഷസ്വ ഭാരത. അതുകൊണ്ട് അത് സഹിക്കുക. നമ്മൾ ഈ ചില്ലറ സുഖദുഃഖങ്ങൾക്ക് വലിയൊരു പ്രാധാന്യം കൽപ്പിക്കാതെ ഇതൊന്നുമല്ല, ശാശ്വതമായിട്ടുള്ള ആനന്ദമാണ് നമുക്ക് സാധിക്കേണ്ടതെന്ന് ബോധിക്കണം. അതിന് ഭഗവാനെ ഭജിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ളതാണ്. ആ ഈശ്വര പ്രാപ്തിയാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം. എന്നാലേ ജീവൻ്റെ ജന്മം സഫലമാകുന്നുള്ളൂ. അതിന് അനുഭവസമ്പന്നനായ ഗുരുനാഥനെ പ്രാപിക്കുകയും വേണം. ഈ തത്വങ്ങളെ ഇവിടെ പ്രതിപാദിക്കുന്നത്. അല്ലാണ്ട് കല്യാണമൊന്നുമല്ല. ഭഗവാനെ ഈ ഒരു നമ്മളെ ലൗകികന്മാരുടെ മാതിരി കല്യാണമൊക്കെ ഉണ്ടാവും, അതൊന്നും ഉണ്ടാവില്ല തീർച്ചയായും. ഇങ്ങനെയാണെങ്കിൽ 16,000 ഭാര്യമാരുണ്ടാവുമോ, 10 മക്കളെ? ഇതൊന്നും കഥയല്ലേ, തത്വങ്ങളെയാണ് പ്രതിപാദിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഒരു വിഷമവും ഇല്ല. അതുകൊണ്ട് ഈ തത്വങ്ങളെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഭഗവാനെ പ്രാപിക്കലാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതിനെന്താ വഴി? വെച്ചാൽ ഭഗവാനെ ഭജിക്കുക തന്നെ. ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന്റെ കീർത്തനങ്ങൾ പാടുക, അതുപോലെ ഭഗവാന്റെ കഥകൾ കേൾക്കുക. അങ്ങനെ വരുമ്പോൾ മാനസികമായിട്ട് നമുക്ക് ഈശ്വരീയമായ ഒരു സംസ്കാരം നമ്മളിലുണ്ടാകും. അതുകൊണ്ട് മാത്രമേ രക്ഷയുള്ളൂ. അതാണ് ജപത ജപത ഹരിനാമ മനോജ. ജപത ജപത ഹരിനാമ മനോജ. ജപത ജപത ഹരിനാമ മനോജ. ജപത ജപത ഹരിനാമ. ഹരിയുടെ നാമത്തെ അല്ലേ മനുഷ്യ നീ ജപിക്ക്. അപരിമിതാഖ ഹരവനപായം ആഗമസാധിതം അമൃതോപായം. ജപത ജപത ഹരിനാമ മനോജ. ജപത ജപത ഹരിനാമ. അപരിമിത അഖഹരം. അളവറ്റ പാപങ്ങൾ അറിഞ്ഞോ അറിയാതെയോ എന്തെല്ലാം പാപങ്ങളാണ് നമ്മൾ ചെയ്തത്. ആ പാപങ്ങളെ മുഴുവൻ ദഹിപ്പിക്കാനുള്ള ശക്തിയുണ്ട് ഭഗവാന്റെ നാമങ്ങൾക്ക്. അതാര് പറഞ്ഞു? വേദത്തിൽ പറഞ്ഞ കാര്യമായി പറഞ്ഞ ഭഗവാന്റെ നാമത്തിന് എത്ര ശക്തി എന്നറിയോ? അത് പറയാൻ വയ്യ. അതെപ്പോഴും സ്നാനേ പാനേ ശയനേ ഗമനേ ദാനേ ഗാനേ ധർമ്മവിധാനേ ആപതി സമ്പദിഹ അഖില സമയേ ശിവതി ദീനമനോ ചിന്തയ ഹൃദയേ. ജപത ജപത ഹരിനാമ മനോജ. ജപത ജപത ഹരിനാമ. സ്നാനേ പാനെ. കുളിക്കുമ്പോഴേ, കുടിക്കുമ്പോഴേ, കിടക്കുമ്പോഴേ, നടക്കുമ്പോഴേ എന്ന് വേണ്ട. ആപത്തി സമ്പത്തി. ആപത്ത് വരുമ്പോഴും സമ്പത്ത് വരുമ്പോഴും അഖില സമയേ, എല്ലാ സമയത്തും ശ്രീപതി ദീനമനോ ചിന്തയ ഹൃദയ. ലക്ഷ്മീവല്ലഭനായ ഭഗവാനെ നിരന്തരം സ്മരിച്ചുകൊണ്ടിരിക്കുക. കാരണം ജനിമൃതിരോഗരസായനഭൂതം സനകമുഖാഖില സന്മുനിഗീതം ശ്രീരാമാച്യുത ശ്രീരമണേതി. ശ്രീരാമാച്യുത ശ്രീരമണേതി നാരായണ പത്മനാഭഹരേതി. ജപത ജപത ഹരിനാമ മനോജ. ജപത ജപത ഹരിനാമ. ജനിമൃതി രോഗരസായന ഭൂതം. ജനിക്കുക മരിക്കുക, ജനിക്കുക മരിക്കുക. എത്ര തവണയായി ജനിക്കണു മരിക്കണു. ഇതിനൊന്നൊരു അവസാനം വേണ്ടേ? അതിനുള്ള മരുന്നാണ് ഈ ജനന മരണമാകുന്ന ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഔഷധമാണ് പറയണത്. ആര് പറഞ്ഞു? ഏതെങ്കിലും മുറിവൈദ്യന്മാർ പറഞ്ഞതല്ല. സനകമുഖ അഖില സനകൻ, സനന്ദൻ, സനത്കുമാരൻ മുതലായ ബ്രഹ്മജ്ഞാനികൾ പറഞ്ഞ ചികിത്സയാണ്. എന്താ ചികിത്സ? ശ്രീരാമാച്യുത ശ്രീരമണേതി നാരായണ പത്മനാഭഹരേ. ശ്രീരാമ അച്യുത രമണ നാരായണ പത്മനാഭ ഹരേ എന്നുള്ള ഭഗവാന്റെ നാമത്തെ ജപത ജപത ജപിക്കൂ ജപിക്കൂ ജപിക്കൂ. നിരന്തരം എന്ത് ജോലി ചെയ്യുമ്പോഴും ആ ഈശ്വരനാമം. അതെത്ര അതിനൊരു പ്രയാസമില്ല. ഇപ്പം സംസ്കൃതം പഠിച്ചില്ല, ഭാഗവതം പഠിച്ചില്ല, ഗീത പഠിച്ചില്ല, ഭഗവാന്റെ നാമം നിരന്തരം
ഒരു നിമിഷം ഭഗവാനെ മറക്കുമ്പോഴാണ് മനുഷ്യൻ തെറ്റ് ചെയ്യുന്നത്. യൻ മുഹൂർത്തം ക്ഷണമപി വാസുദേവോ ന ചിന്ത്യതേ സാഹാനി തന്മഹച്ഛിദ്രം സാ ഭ്രാന്തി സാച വിക്രിയ. ഒരു നിമിഷം ഭഗവാനെ മറക്കുമ്പോഴാണ് ആ മനുഷ്യൻ തെറ്റ് ചെയ്യുന്നത്. ഒരു നിമിഷം ഭഗവാനെ മറക്കാൻ പറ്റില്ല. അതാണ് നിരന്തരം ഭഗവാനെ ആശ്രയിക്കൂ, ഭഗവാനെ സ്മരിച്ചു. എന്ത് ജോലി ചെയ്യുമ്പോഴാവാം. ഗോപസ്ത്രീകളൊക്കെ ഏത് ജോലി ചെയ്യുമ്പോഴും നാമം ജപിച്ചുകൊണ്ടാണ്. കുട്ടികളെ താരാട്ട് പാടി ഉറക്കുന്നത് പോലും പര്യങ്കികാഭാജമലം കുമാരം പ്രസ്വാപയന്ത്യോഖില ഗോപകന്യാ ജഗുപ്രബന്ധം സ്വരതാളബന്ധം ഗോവിന്ദ ദാമോദര മാധവേദി. കുട്ടികളെ തൊട്ടിലിൽ കിടത്തി താരാട്ട് പാടി ഉറക്കാറുണ്ട്. നമ്മൾ എല്ലാവരും ഉറക്കാറുണ്ട്. അപ്പോഴൊക്കെ ഭഗവാന്റെ കീർത്തനങ്ങൾ പാടിയിട്ടാണ് പണ്ട് കാലത്തൊക്കെ ഉറക്കിയിരുന്നത്. ഗോപസ്ത്രീകളും അങ്ങനെയാണ്, നമ്മളൊക്കെ അങ്ങനെ പതിവ്. പണ്ട് തൃക്കൈ രണ്ടിലും വെണ്ണതരാം തിരുമധുരം നേദിക്ക തളയിട്ടു വളയിട്ട് തുള്ളിക്കളിച്ചെൻ്റെ താമര കണ്ണൻ എഴുന്നള്ള തൃക്കൈ രണ്ടിലും വെണ്ണതര. ഇങ്ങനെയുള്ള പാട്ടുകളാ പണ്ട് കാലത്ത് പാടുക. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം അച്ഛൻ്റെ കുട്ടി വാവാവോ, അമ്മയുടെ ചക്കൻ വാവാവോ, കള്ളച്ചക്കൻ വാവാവോ, തമ്മാടി വേലപ്പൻ വാവാവോ, ചട്ടമ്പി കല്യാണി വാവോ. അത് തമ്മാടി വേലപ്പനാവില്ലെങ്കിൽ ചട്ടമ്പി കല്യാണി. അമ്മയ്ക്ക് സിനിമ കഥ പാട്ട് പേരറിയാം, അത് പറഞ്ഞിട്ട് ഇങ്ങനെ വാവാവോ. എന്തിനീ വായ തോന്നിയത് പറഞ്ഞു. എന്തെങ്കിലും ഭഗവാന്റെ ഒരു നാമാവരുതേ. ചിലർ കുട്ടികളെ ഉറക്കാൻ വേണ്ടിയിട്ട് മേപ്പെട്ടെറിഞ്ഞ് പിടിക്കും. അങ്ങനെ കണ്ടിട്ടുണ്ട്. എപ്പോഴും കുട്ടിയെ മേപ്പെട്ടറിയും. കുട്ടികൾ കൊട്ട് പഠിച്ച ആളാണ്, എന്താ അറിയില്ല. അയാൾ ഒരു വായത്താരി ഉണ്ടായി. കുട്ടി എടുത്തിട്ട് മേപ്പെട്ട അച്ചക്കെട്ട് താൻ കിഞ്ചുണ്ട കിഞ്ചോ കിഞ്ചോ ഹക്കെടുത്തൊക്കെ കിഞ്ചുണ്ട ഇങ്ങനെ കിഞ്ചുണ്ടാൻ കളിപ്പിക്കല. കുട്ടി കണ്ണൂരിട്ട് വിളിക്കാൻ മേലോട്ടറിയുമ്പോൾ എൻ്റെ പ്രാണം പോവുക വിചാരിച്ചിട്ട് അച്ഛൻ്റെ കയ്യിൽ വീണാ കുത്തി ചിരിച്ചു. ചിരിച്ച് ജീവൻ കിട്ടിയ സന്തോഷത്തിലാണ് ചിരിക്കുന്നത്, അല്ലാണ്ട് ഇത് ഇഷ്ടമായിട്ടൊന്നുമല്ല. ഒരു ദിവസം ഇതുപോലെ കിഞ്ചുണ്ടൻ കളിപ്പിക്കുക. കുട്ടി എടുത്തിട്ട് അച്ചക്കെട്ട് താൻ കിഞ്ചുണ്ടൻ കിഞ്ചോ കിഞ്ചോ തക്കിടതൊക്കെ കിഞ്ചുണ്ടൻ കിഞ്ചുണ്ടാൻ അപ്പുറത്ത് പോയി, കൈ അപ്പുറത്ത് പോയി. എന്താ കഥാല്. അപ്പൊ എന്തിനാ ഇതിങ്ങനെ മേപ്പെട്ടെറിഞ്ഞ് പഠിക്കണമെന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് കുട്ടി വേഗം ഉറങ്ങാനാ. വേഗം ഉറങ്ങിയിട്ട് വേണം അച്ഛനും അമ്മയ്ക്കും കൂടെ സെക്കൻഡ് ഷോന് പോകാനേ. എന്തൊരു അപകടം ആലോചിച്ച് നോക്കൂ. ഒരു കാലത്തും കുട്ടികളെ മേലോട്ടെറിഞ്ഞ് പിടിക്കരുത്. കൈ പിഴച്ചു പോയാൽ പലപ്പോഴും ഗുരുവായൂരിൽ ഞാൻ കല്യാണ മണ്ഡപത്തിൽ പ്രഭാഷണം നടത്തുമ്പോൾ ഈ കഥ പറഞ്ഞപ്പോൾ അവിടുത്തെ ചെണ്ട കൊട്ടുന്ന ശശി കൃഷ്ണകുമാർ 2 കുട്ടികളുണ്ട്. അന്ന് 15-16 വയസ്സാണ്. ഇപ്പം അവർ വലിയ കുട്ടികളായി. അപ്പോൾ ശശി പറഞ്ഞ കുട്ടിയുടെ ചുണ്ട് ഇവിടെ അങ്ങനെ മുറിഞ്ഞിട്ടുണ്ട്. എൻ്റെ ചുണ്ട് എങ്ങനെ മുറിഞ്ഞാൽ അറിയില്ല. അച്ഛൻ കിഞ്ചുണ്ടാൻ കളിപ്പിച്ചതാ പറഞ്ഞു. കുട്ടിക്കാലത്ത് കുട്ടീനെ എറിഞ്ഞ് മേപ്പെട്ടെറിഞ്ഞ് പിടിച്ചപ്പോൾ തൂക്ക് വളക്കുമ്പോഴാണ്ട് കുളത്തിയിട്ട് ചുണ്ട് പിടിച്ച് വലിച്ചു ചുണ്ടങ്ങോട്ട് മുറിഞ്ഞു. എന്നിട്ടും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ 10-35 വയസ്സായ ആൾക്ക്. അപ്പോൾ അബദ്ധത്തിലെ കണ്ണിലോ മൂക്കിലോ തട്ടിയാലത്തെ കഥ എന്താ? ഒരു കാലത്തും കുട്ടികളെ മേലോട്ടെറിഞ്ഞ് പിടിക്കരുത്. എന്തെങ്കിലും രാമഭദ്രരാശി രാമചന്ദ്രരാര താമരസലോചന സീതാസമേതരാര. അങ്ങനെ എന്തെങ്കിലും കീർത്തനം. ഞങ്ങൾക്ക് അതിന് കീർത്തനമൊന്നും അറിയില്ല, അറിയണ്ട, നാം അറിയില്ലേ. രാമ രാമ രാമാശി രാമചന്ദ്രരാര രാമ 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 ശ്രീരാമ രാമ 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 എന്നറിയാത്തവരുണ്ടോ? അങ്ങനെ എന്തെങ്കിലും നാമം ജപിച്ചുകൊണ്ട് കുട്ടികളെ താരാട്ട് പാടി ഉറക്കാൻ പാടുള്ളൂ. അപ്പോൾ കുട്ടികളുടെ ഈശ്വരീയമായിട്ടുള്ളൊരു സംസ്കാരമുണ്ടാകും. അതുകൊണ്ട് നിരന്തരം നമ്മൾ ഓർക്കുക. നമ്മുടെയൊക്കെ പരമ ലക്ഷ്യം എന്താ ചോദിച്ചാൽ ഭഗവാനെ പ്രാപിക്കുക. അതായത് ഭഗവാൻ ആനന്ദ സ്വരൂപിയാണ്. ഭഗവാനെ ഭജിക്കുമ്പോൾ ആ ആനന്ദം നമുക്കുണ്ടാവും. നമ്മൾ വിഷയങ്ങളെ ഭജിക്കുമ്പോൾ അനൃത ജഡ ദുഃഖ സ്വരൂപങ്ങളാണ് വിഷയങ്ങൾ. അത് നമുക്ക് ദുഃഖം മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ട് എന്തിനാണ് ഈ ദുഃഖത്തെ വരിക്കുന്നത്? നമ്മൾക്കൊക്കെ വരിക്കാനുള്ളത് ഭഗവാനെയാണ്. ആ ഭഗവാനെ തന്നെ വരിക്കണം. അതിനുവേണ്ടി ഭാഗവതം കേൾക്കണു, പ്രഭാഷണങ്ങൾ കേൾക്കണു, ഗീത പഠിക്കുന്നു. ആ ഭഗവാന്റെ കാരുണ്യം നമ്മിൽ ഉണ്ടാകണം. എന്തൊക്കെ പൗരുഷോ യോഗ്യതയുണ്ടെങ്കിലും ഈശ്വര കാരുണ്യം നമ്മിൽ പ്രവഹിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായിട്ട് തീർന്നത്. എത്ര സമർത്ഥനായാലും ഭഗവാന്റെ കാരുണ്യം നമുക്ക് ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ ജന്മം സഫലമായിട്ട് തീരും. അത് സാധിക്കട്ടെ. അതിനായിട്ട് ഭഗവാന്റെ അനുഗ്രഹം നമുക്കൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഉപസംഹരിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാവ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.